നമസ്കാരം. +2 ബയോളജി സീരീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഹ്യൂമൻ റീപ്രൊഡക്ഷൻ, പ്രത്യുൽപാദനം മനുഷ്യനിൽ എന്ന് പറയുന്ന ചാപ്റ്ററാണ്. ഈ ഹ്യൂമൻ റീപ്രൊഡക്ഷൻ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്റർ തന്നെയാണ്. എക്സാംസിനൊക്കെ സ്ഥിരമായി ക്വസ്റ്റ്യൻ വരുന്ന ഒരു ഏരിയയാണ്. സ്കിപ്പ് ചെയ്യാതെ മുഴുവനായും കാണുക. ഒപ്പം നോട്ട് എഴുതിയെടുത്ത് പഠിക്കുക. ചാപ്റ്ററിലേക്ക് പോവാം. ഈ ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനുള്ളത് പുരുഷ പ്രത്യുൽപാദന വ്യവസ്ഥ, സ്ത്രീ പ്രത്യുൽപാദന വ്യവസ്ഥ, ബീജോൽപാദനം, ആർത്തവ ചക്രം, ബീജസംയോഗവും ഉള്ളിൽ ഉറപ്പിക്കലും, ഗർഭാവസ്ഥയും ഭ്രൂണത്തിൻ്റെ വികാസവും പ്രസവവും പാൽ ചുരത്തലും. ഇത്രയും കാര്യങ്ങളാണ് ഈ ചാപ്റ്ററിൽ ഉള്ളത്. ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഈ ആദ്യത്തെ 3 കാര്യങ്ങളാണ്. അതായത് പുരുഷ പ്രത്യുൽപാദന വ്യവസ്ഥ, സ്ത്രീ പ്രത്യുൽപാദന വ്യവസ്ഥ, ബീജോൽപാദനം. ഇത്രയുമാണ് ഈ ഒരു വീഡിയോയിൽ ഉണ്ടാവുക. ആദ്യം നമുക്കിതിൻ്റെ ഇൻട്രൊഡക്ടറി പാർട്ടിൽ എന്താണ് പറയുന്നത് നോക്കാം. അതായത് മനുഷ്യനിലെ പ്രത്യുൽപാദനം അഥവാ റീപ്രൊഡക്ഷൻ എങ്ങനെയുള്ളതാണ്? ലൈംഗിക പ്രത്യുൽപാദനമാണ്, സെക്ഷൽ റീപ്രൊഡക്ഷൻ ആണ് നടക്കുന്നത്. മനുഷ്യനിൽ പുംബീജവും അണ്ടവും ചേർന്ന് ഒരു സൈഗോട്ട് അഥവാ സിക്താണ്ഡം രൂപം കൊള്ളുന്നുണ്ട്. സിക്താണ്ഡം രൂപം കൊള്ളാനായി എന്തെല്ലാം പ്രക്രിയകളാണുള്ളത്? ആദ്യം തന്നെ ബീജോൽപാദനം നടക്കണം. അതായത് പുംബീജവും അണ്ടവും ഉണ്ടാകുന്ന പ്രക്രിയ, അതായത് ഗാമിറ്റോജെനിസിസ് നടക്കണം. അതിനുശേഷം ബീജാധാനം അഥവാ ഇൻസെമിനേഷൻ നടക്കണം. ബീജാധാനം അഥവാ ഇൻസെമിനേഷൻ നടക്കണം. ഇൻസെമിനേഷൻ എന്ന് പറഞ്ഞാൽ പുംബീജം സ്ത്രീയുടെ പ്രത്യുൽപാദന നാളിയിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുന്ന പ്രക്രിയയാണ് ബീജാധാനം അഥവാ ഇൻസെമിനേഷൻ എന്ന് പറയുന്നത്. അതിനുശേഷം ബീജസംയോഗം നടക്കണം. ബീജസംയോഗം അഥവാ ഫെർട്ടിലൈസേഷൻ. എന്താണ് ഫെർട്ടിലൈസേഷൻ എന്ന് പറഞ്ഞാൽ അണ്ടവും പുംബീജവും തമ്മിൽ സംയോജിക്കുന്ന ആ ഒരു പ്രക്രിയ, അതിനെയാണ് ബീജസംയോഗം എന്ന് പറയുന്നത്. ഇങ്ങനെയെല്ലാം നടന്നിട്ട് എന്തുണ്ടാവുന്നു? സിക്താണ്ഡം രൂപം കൊള്ളുന്നു. മനുഷ്യനിലൊരു സൈഗോട്ട് അഥവാ സിക്താണ്ഡം രൂപം കൊള്ളുന്നു. ഇതുവരെയുള്ള പ്രക്രിയകളാണ് ലൈംഗിക പ്രത്യുൽപാദനത്തിൽ ഉള്ളത്. ഇതിനെ തുടർന്ന് സിക്താണ്ഡം എന്താവുന്നു? ബ്ലാസ്റ്റോസിസ്റ്റായി മാറും. സിക്താണ്ഡം ബ്ലാസ്റ്റോസിസ്റ്റ് ആവുന്നു. അങ്ങനെ ബ്ലാസ്റ്റോസിസ്റ്റ് രൂപപ്പെട്ട് അതിന് ഡെവലപ്മെൻറ്റ് നടന്ന് അതിന് വികാസം നടന്നിട്ട് അത് നേരെ എവിടെ പോവും? ഗർഭാശയത്തിൻ്റെ ഭിത്തിയിൽ പോവും. എന്നിട്ട് അവിടെ പറ്റിപ്പിടിക്കും. അതിനെയാണ് നമ്മൾ ഇംപ്ലാന്റേഷൻ എന്ന് പറയുന്നത്. അതായത് ബ്ലാസ്റ്റോസിസ്റ്റിന് ഡെവലപ്മെൻറ്റ് നടന്ന് അത് ഗർഭാശയ ഭിത്തിയിൽ പോയി പറ്റിപ്പിടിക്കുന്നു. അതായത് ഇംപ്ലാന്റേഷൻ നടക്കുന്നു. ഇംപ്ലാന്റേഷന് ശേഷം ഭ്രൂണത്തിൻ്റെ ഗ്രോത്ത് നടക്കുന്നുണ്ട്, അതുപോലെ ഡെവലപ്മെൻറ്റ് നടക്കുന്നുണ്ട്. അപ്പോൾ ഇംപ്ലാന്റേഷന് ശേഷം ഭ്രൂണ വളർച്ചയും വികാസവും നടക്കും. അതായത് പ്രഗ്നൻസി ആൻഡ് ജെസ്റ്റേഷൻ. അങ്ങനെ ജെസ്റ്റേഷൻ്റെ എൻഡിൽ എന്ത് സംഭവിക്കും? കുഞ്ഞിനെ പ്രസവിക്കുകയും ചെയ്യുന്നു. പ്രായപൂർത്തിയായതിനു ശേഷമാണ് ഇത്തരം പ്രക്രിയകൾ സാധ്യമാവുന്നത്. പുരുഷൻ്റെയും സ്ത്രീയുടെയും പ്രത്യുൽപാദന പ്രക്രിയകൾ തമ്മിൽ ഒരുപാട് ഡിഫറൻസസ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ, ഈ പുരുഷന്മാരിലെ ബീജരൂപീകരണം എന്ന് പറയുന്നത് വളരെ പ്രായം കൂടിയവരിലും തുടർന്നുകൊണ്ടേയിരിക്കും. എന്നാൽ ഏകദേശം ഒരു 50 വയസ്സൊക്കെ ആവുന്നതോടുകൂടി സ്ത്രീകളിലെ അണ്ടോൽപാദനം അങ്ങ് നിലയ്ക്കുന്നു. ഇനി നമുക്ക് പുരുഷ പ്രത്യുൽപാദന വ്യവസ്ഥയെക്കുറിച്ചാണ് നോക്കാനുള്ളത്. പുരുഷ പ്രത്യുൽപാദന വ്യവസ്ഥയിലെ അവയവങ്ങൾ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? അത് ഇടുപ്പ് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്നു. ഒരു ജോഡി വൃഷണങ്ങൾ അഥവാ ടെസ്റ്റിസ് ഉണ്ടായിരിക്കും. അനുബന്ധ നളികകൾ അഥവാ ആക്സസറി ഡെക്സ് ഉണ്ടായിരിക്കും. ഗ്രന്ഥികൾ അഥവാ ഗ്ലാൻസ് ഉണ്ടായിരിക്കും. ബാഹ്യ ലൈംഗിക ഭാഗങ്ങൾ അഥവാ എക്സ്റ്റേണൽ ജെനിറ്റീലിയ ഉണ്ടായിരിക്കും. ഇതെല്ലാം ഉൾപ്പെടുന്നതാണ് പുരുഷ പ്രത്യുൽപാദന വ്യവസ്ഥ എന്ന് പറയുന്നത്. വൃഷണങ്ങൾ ഉദരാശയത്തിന് പുറത്ത് കാണുന്ന ഒരു സഞ്ചിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇതിനെയാണ് വൃഷണ സഞ്ചി എന്ന് പറയുന്നത്. ഇപ്പോൾ ഇവിടെ കൊടുക്കുന്ന ഈ ഒരു ചിത്രത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും. ഇവിടെ ഈ പിങ്ക് കളറിലായിട്ട് ഞാൻ യെല്ലോ കളർ കൊണ്ട് മാർക്ക് ചെയ്യുന്നുണ്ട്. വൃഷണം കാണിച്ചിട്ടുണ്ട്. ഈ വൃഷണങ്ങൾ സ്ഥിതി ചെയ്യുന്ന വൃഷണ സഞ്ചി അഥവാ സ്ക്രോട്ടം കൊടുത്തിട്ടുണ്ട്. വൃഷണങ്ങളിൽ ശരീര താപനിലയേക്കാൾ താഴ്ന്ന താപനില നിലനിർത്താൻ സഹായിക്കുന്നത് വൃഷണ സഞ്ചിയാണ്. ഈ വൃഷണ സഞ്ചിയിലായതുകൊണ്ടാണ് ശരീര താപനിലയേക്കാൾ താഴ്ന്ന താപനില വൃഷണങ്ങളിൽ നിലനിൽക്കുന്നത്. എന്തിനാണ് ഇങ്ങനെ താഴ്ന്ന താപനില? അത് പുംബീജോൽപാദനത്തിന് അത്യാവശ്യമാണ്. ഈ താഴ്ന്ന താപനില എന്ന് പറയുന്നത് പുംബീജോൽപാദനത്തിന് അത്യാവശ്യമാണ്. വൃഷണങ്ങളിലെ താപനില അതായത് ടെമ്പറേച്ചർ ശരീരത്തിലെ മറ്റു ഭാഗങ്ങളെ അപേക്ഷിച്ച് 2 മുതൽ 2.5 ഡിഗ്രി സെൽഷ്യസ് വരെ കുറവായിരിക്കും. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിൻ്റാണ്. വൃഷണങ്ങളിലെ താപനില എന്ന് പറയുന്നത് ശരീരത്തിലെ മറ്റു ഭാഗങ്ങളെ അപേക്ഷിച്ച് എത്ര കുറവായിരിക്കും? 2 മുതൽ 2.5 ഡിഗ്രി സെൽഷ്യസ്, 2 മുതൽ 2.5 ഡിഗ്രി സെൽഷ്യസ് വരെ കുറവായിരിക്കും.
പ്രായപൂർത്തിയായ ആളുടെ വൃഷണങ്ങൾ ദീർഘഗോളാകൃതിയിലുള്ളതാണ്. ഇവിടെ ഈ ഒരു ചിത്രത്തിൽ നോക്കിയാൽ മനസ്സിലാവും. ഇവിടെ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. ഞാൻ ഈ റെഡ് കളർ കൊണ്ട് കാണിക്കുന്നുണ്ട്. ഇവിടെ ഈ പിങ്ക് കളറിൽ കൊടുത്തിരിക്കുന്നതാണ് വൃഷണം എന്ന് പറയുന്നത്. കണ്ടാലറിയാം അതൊരു ദീർഘഗോളാകൃതിയിലാണ് ഉള്ളത്. വൃഷണങ്ങൾ 4 മുതൽ 5 സെൻറ്റിമീറ്റർ വരെ നീളമുണ്ട്. എത്രയാണ് നീളം? 4 to 5 സെൻറ്റിമീറ്റർ ആണ് അതിൻ്റെ നീളം. അതേപോലെ അതിൻ്റെ വീതി എത്രയായിരിക്കും? 2 to 3 സെൻറ്റിമീറ്റർ ആണ് വീതി. 2 മുതൽ 3 സെൻറ്റിമീറ്റർ വരെ വീതിയും ഉണ്ടായിരിക്കും. വൃഷണങ്ങളെ ആവരണം ചെയ്യുന്നത് ഒരു കട്ടി കൂടിയ ആവരണമാണ്. നല്ല തിക്കായിട്ടുള്ള ഒരു ആവരണം വൃഷണങ്ങൾക്ക് ഉണ്ടായിരിക്കും. ഓരോ വൃഷണത്തിലും, അതായത് ടെസ്റ്റിസിൽ ഏകദേശം 250 അറകൾ കാണപ്പെടുന്നു. എത്ര അറകളാണ് ടെസ്റ്റിസിലുള്ളത്? ഏകദേശം 250 അറകളാണ് വൃഷണത്തിൽ കാണപ്പെടുന്നത്. ഈ അറകൾക്കൊരു പേര് പറയും. എന്താണെന്നറിയോ? വൃഷണാന്തര അറകൾ അഥവാ വൃഷണാന്തര ഇതളുകൾ, ടെസ്റ്റിക്കുലാർ ലോബ്യൂൾ എന്നാണ് പറയുന്നത്. അപ്പോൾ വൃഷണങ്ങൾക്കുള്ളിൽ ഏകദേശം എത്ര അറകളുണ്ട്? 250 അറകൾ ഏകദേശം കാണപ്പെടുന്നു. ഇതിന് പറയുന്ന പേരാണ് വൃഷണാന്തര അറകൾ അഥവാ വൃഷണാന്തര ഇതളുകൾ അഥവാ ടെസ്റ്റിക്കുലാർ ലോബ്യൂൾ. ഓരോ ഇതളിലും 250 ഉണ്ട്. അതിൽ ഓരോ ഇതളിലും ചുറ്റിപ്പിണഞ്ഞ് കിടക്കുന്ന 1 മുതൽ 3 വരെ ബീജോൽപാദന നളികകൾ കാണപ്പെടുന്നു. ബീജോൽപാദന നളികകൾ എന്ന് പറഞ്ഞാൽ എന്താണ്? സെമിനിഫെറസ് ട്യൂബ്യൂൾസ് കാണപ്പെടുന്നു. എത്ര സെമിനിഫെറസ് ട്യൂബ്യൂൾസ് ആണ്? 1 മുതൽ 3 വരെ സെമിനിഫെറസ് ട്യൂബ്യൂൾസ് കാണപ്പെടുന്നു. അതെങ്ങനെയാണ് കിടക്കുന്നത്? ചുറ്റിപ്പിണഞ്ഞാണ് കിടക്കുന്നത്. ഈ സെമിനിഫെറസ് ട്യൂബ്യൂൾസിൻ്റെ ഉള്ളിലാണ് എന്ത് രൂപം കൊള്ളുന്നതെന്ന് അറിയോ? പുംബീജം രൂപപ്പെടുന്നത്. സെമിനിഫെറസ് ട്യൂബ്യൂൾസിൻ്റെ ഉള്ളിലാണ് പുംബീജം രൂപപ്പെടുന്നത്. ഓരോ ബീജോൽപാദന നളികയുടെയും ആന്തരിക ഭിത്തിയിൽ, അതായത് ഓരോ സെമിനിഫെറസ് ട്യൂബ്യൂളിൻ്റെയും ആന്തരിക ഭിത്തിയിൽ 2 തരത്തിലുള്ള കോശങ്ങൾ കാണപ്പെടുന്നു. ഇമ്പോർട്ടൻ്റ് ആണ്. ഒന്ന്, പുംബീജജനക കോശങ്ങൾ അഥവാ മെയിൽ ജേം സെൽസ്, സ്പെർമാറ്റോഗോണിയ എന്നും പറയും. രണ്ടാമത്തത് സെർട്ടോളി കോശങ്ങൾ അഥവാ സെർട്ടോളി സെൽസ്. ഇങ്ങനെ 2 തരത്തിലുള്ള കോശങ്ങളാണ് ഓരോ സെമിനിഫെറസ് ട്യൂബ്യൂൾസ് അഥവാ ബീജോൽപാദന നളികയിൽ കാണപ്പെടുന്നത്. എവിടെയാണ് കാണുന്നത്? ആന്തരഭിത്തിയിലാണ് കാണപ്പെടുന്നത്. ഏതൊക്കെയാണ് കോശങ്ങൾ? പുംബീജജനക കോശങ്ങൾ അഥവാ മെയിൽ ജേം സെൽസ്. അതിന് പറയുന്നതാണ് സ്പെർമാറ്റോഗോണിയ എന്ന് പറയും. പിന്നെ സെർട്ടോളി കോശങ്ങളും കാണപ്പെടുന്നു. ഇതിൽ പുംബീജജനക കോശങ്ങളിൽ ഊനഭംഗം നടക്കും, അതായത് മിയോസിസ് നടക്കും. ഇങ്ങനെ മിയോസിസ് നടക്കുന്നതിൻ്റെ ഫലമായി പുംബീജങ്ങൾ അഥവാ സ്പെർമാറ്റോസോവ രൂപപ്പെടുന്നു. എന്താണ് നടക്കുന്നത്? മിയോസിസ് ആണ് നടക്കുന്നത്. എവിടെ? പുംബീജജനക കോശങ്ങളിൽ മിയോസിസ് നടന്നിട്ടാണ് എന്തുണ്ടാവുന്നത്? സ്പെർമാറ്റോസോവ അഥവാ പുംബീജങ്ങൾ രൂപപ്പെടുന്നത്. അപ്പോൾ വേറെ ഒരു ടൈപ്പ് സെല്ലുണ്ടെന്ന് പറഞ്ഞല്ലോ, സെർട്ടോളി സെൽസ്. എന്താണ് അതിൻ്റെ ഒരു ഫംഗ്ഷൻ? അത് ബീജകോശങ്ങൾക്ക് പോഷകം ലഭ്യമാക്കുന്നതാണ് സെർട്ടോളി സെൽസ്. ബീജോൽപാദന നളികകളുടെ ബാഹ്യഭാഗത്ത് കാണുന്ന ഇടമാണ് കോശാന്തര ഇടം അഥവാ ഇന്റർസ്റ്റീഷ്യൽ സ്പേസ് എന്ന് പറയുന്നു. കോശാന്തരയിടത്തിൽ ചെറിയ രക്തക്കുഴലുകളും കലാന്തര കോശങ്ങളും അഥവാ ഇന്റർസ്റ്റീഷ്യൽ സെൽസ് അഥവാ ലേഡിക് സെൽസും കാണപ്പെടുന്നു. അതായത് കോശാന്തരയിടത്തിന് നമ്മൾ എന്ത് പറയും? ഇന്റർസ്റ്റീഷ്യൽ സ്പേസ് എന്ന് പറയും. ഇന്റർസ്റ്റീഷ്യൽ സ്പേസിൽ എന്ത് കാണപ്പെടും? ഇന്റർസ്റ്റീഷ്യൽ സെൽസ് കാണപ്പെടും. ഇന്റർസ്റ്റീഷ്യൽ സെൽസ് അഥവാ ലേഡിക് സെൽസ്, ഇമ്പോർട്ടൻ്റ് ആണ്, ലേഡിക് സെൽസ് കാണപ്പെടുന്നു. അതിൻ്റെ മലയാളമാണ് കലാന്തര കോശങ്ങൾ. കലകൾക്ക് ഇടയിലുള്ള കോശങ്ങൾ, കലാന്തര കോശങ്ങൾ ഉണ്ടായിരിക്കും. ഈ കലാന്തര കോശങ്ങളാണ് വൃഷണ ഹോർമോണുകളായ പുരുഷ ഹോർമോണുകൾ അഥവാ ആൻഡ്രോജൻസ് ഉൽപ്പാദിപ്പിക്കുന്നത്. അപ്പം ആൻഡ്രോജൻസ് ഉൽപ്പാദിപ്പിക്കുന്നത് എന്താണ്? ഈ ടെസ്റ്റിസ് അഥവാ വൃഷണത്തിലുള്ള കലാന്തര കോശങ്ങളാണ് ആൻഡ്രോജൻസിനെ ഉൽപ്പാദിപ്പിക്കുന്നത്. കൂടാതെ രോഗപ്രതിരോധത്തിന് കഴിവുള്ള മറ്റു കോശങ്ങളും ഇവിടെ കാണപ്പെടുന്നുണ്ട്. ഇവിടെ ഈ ഒരു ചിത്രത്തിൽ നോക്കൂ, ഇത് ബീജോൽപാദന നാളികൾ അഥവാ സെമിനിഫെറസ് ട്യൂബ്യൂളിൻ്റെ ഒരു ഛേദത്തിൻ്റെ രേഖാചിത്രമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇവിടെ നോക്കിയാൽ നിങ്ങൾക്ക് പുംബീജജനക കോശങ്ങൾ കാണാൻ പറ്റും. ഇവിടെ ഇങ്ങനെ മിഡിലായിട്ട് പുംബീജജനക കോശം കൊടുത്തിട്ടുണ്ട്. ആ പുംബീജജനക കോശങ്ങളിൽ നിന്ന് ഉണ്ടായി വന്നിട്ടുള്ള പുംബീജങ്ങളെ ഇവിടെ കാണിച്ചിട്ടുണ്ട്.
പുംബീജ ജനക കോശങ്ങളെ കൂടാതെ സെർട്ടോളി കോശങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞു. ആ സെർട്ടോളി കോശങ്ങളാണ് ഇവിടെ ഇങ്ങനെ കൊടുത്തിട്ടുള്ളത്. ഈ സെർട്ടോളി കോശങ്ങളും പുംബീജ ജനക കോശങ്ങളും കോശങ്ങളാണല്ലോ. അപ്പോൾ അതിൻ്റെ ഈ കോശങ്ങളുടെ ഇടയിലുള്ള സ്ഥലം, അതായത് ഇൻ്റർസ്റ്റീഷ്യൽ സ്പേസ് അല്ലെങ്കിൽ കോശാന്തര സ്ഥലമാണ് ഈ ഇടയിൽ ഇങ്ങനെ ഈ പിങ്ക് കളറിൽ ഇവിടെ കൊടുത്തിട്ടുള്ളത്. നല്ല ഡാർക്ക് പിങ്ക് കളറിൽ കോശാന്തര സ്ഥലം കൊടുത്തിട്ടുണ്ട്. ഈ കോശാന്തര സ്ഥലത്താണ് കലാന്തര കോശങ്ങൾ കാണപ്പെടുന്നത്. ഇവിടെ ഇങ്ങനെ കോശാന്തര സ്ഥലത്ത് എന്തുണ്ട്? കലാന്തര കോശങ്ങളുണ്ട്. ഇത്രയൊക്കെയാണ് ഈ ഒരു ഫിഗറിൽ കാണിച്ചിരിക്കുന്നത്. പുരുഷ പ്രത്യുൽപാദന വ്യവസ്ഥയിലെ വൃഷണങ്ങൾ അഥവാ ടെസ്റ്റിസിനെ കുറിച്ചാണ് ഇപ്പോൾ നമ്മൾ നോക്കിയത്. ഇനി നമുക്ക് അടുത്തത് നോക്കേണ്ടത് അനുബന്ധ നാളികകൾ അഥവാ ആക്സസറി ഡക്സിനെ കുറിച്ചാണ് നോക്കാനുള്ളത്. അനുബന്ധ നാളികളിൽ പ്രധാനപ്പെട്ടവയാണ് വൃഷണജാലിക അഥവാ റീറ്റേ ടെസ്റ്റിസ്, അന്തർഗമന നാളികൾ അഥവാ വാസ എഫറൻഷ്യ, എപ്പിഡിഡ്മിസ്, ബീജവാഹി അഥവാ വാസ് ഡെഫറൻസ്. ഇത്രയുമാണ് അനുബന്ധ നാളികളിൽ പ്രധാനപ്പെട്ടത്. വൃഷണജാലിക അഥവാ റീറ്റേ ടെസ്റ്റിസ്, അന്തർഗമന നാളികൾ അഥവാ വാസ എഫറൻഷ്യ, എപ്പിഡിഡ്മിസ്, ബീജവാഹി അഥവാ വാസ് ഡിഫറൻസ്. വൃഷണങ്ങളിലെ ബീജോൽപാദന നളികകൾ അന്തർഗമന നാളികളിലേക്ക് തുറക്കുന്നത് വൃഷണജാലിക അഥവാ റീറ്റേ ടെസ്റ്റിസ് വഴിയാണ്. അപ്പോൾ എന്തിനാണ് റീറ്റേ ടെസ്റ്റിസ്? വൃഷണങ്ങളിലെ ബീജോൽപാദന നളികകൾ അഥവാ ഈ സെമ്നിഫറസ് ട്യൂബ്യൂൾസ് ഉണ്ടല്ലോ, ഈ സെമ്നിഫറസ് ട്യൂബ്യൂൾസ് അന്തർഗമന നാളികളിലേക്ക് തുറക്കണം. അതിനുവേണ്ടിയുള്ളതാണ് റീറ്റേ ടെസ്റ്റിസ് എന്ന് പറയുന്നത്. അതായത് വൃഷണജാലിക വഴിയാണ്. അന്തർഗമന നാളികൾ വൃഷണങ്ങളിൽ നിന്ന് പുറത്തേക്ക് വരികയും ഓരോ വൃഷണത്തിൻ്റെയും പിൻഭാഗത്തുള്ള എപ്പിഡിഡിമിസിലേക്ക് തുറക്കുകയും ചെയ്യുന്നു. അതായത് ഈ ഒരു പിക്ചറിൽ നോക്കിയാൽ കൃത്യമായിട്ട് മനസ്സിലാവാൻ പറ്റും. ഇവിടെ കൊടുത്തിട്ടുണ്ട് വൃഷണാന്തര അറകൾ ഇങ്ങനെ ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഈ വൃഷണാന്തര അറകളിൽ നിന്ന് വരുന്ന അന്തർഗമന നാളികൾ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഇങ്ങനെ അന്തർഗമന നാളികൾ കൊടുത്തിട്ടുണ്ട്. ഈ അന്തർഗമന നാളികൾക്കും വൃഷണാന്തര അറകൾക്കും ഇടയിലായിട്ട് വൃഷണജാലിക അഥവാ റീറ്റേ ടെസ്റ്റിസ് ഇവിടെ ഇങ്ങനെ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ വൃഷണാന്തര അറകൾ അന്തർഗമന നാളികളിലേക്ക് തുറക്കുന്നത് എന്തുവഴിയാണ്? വൃഷണജാലിക വഴിയാണ്. അന്തർഗമന നാളികൾ വൃഷണങ്ങളിൽ നിന്ന് പുറത്തേക്ക് വന്നിട്ട് നേരെ ഈ എപ്പിഡിഡിമിസ് എന്ന് പറയുന്ന ഈ പാർട്ടിലാണ് തുറക്കുന്നത്. മേലെ കാണിച്ചിരിക്കുന്ന ഈ പാർട്ടാണ് എപ്പിഡിഡിമിസ്. ഇതിലേക്ക് അന്തർഗമന നാളികൾ തുറക്കുന്നു. എപ്പിഡിഡിമിസ് ബീജവാഹിയിലേക്ക് തുറക്കുന്നു. ബീജവാഹി മുകളിലേക്ക് കയറി ഉദരാശയത്തിൽ എത്തിച്ചേരുകയും മൂത്രസഞ്ചിയെ ചുറ്റിപ്പോവുകയും ചെയ്യുന്നു. ഈ ഒരു ചിത്രത്തിൽ കാണിച്ചിട്ടുണ്ട് എപ്പിഡിഡിമിസ്. ഈ എപ്പിഡിഡിമിസ് നേരെ എങ്ങോട്ടേക്ക് പോകുന്നു? ബീജവാഹി അഥവാ ബഹിർഗമന നാളി ഇതിലേക്ക് ഇങ്ങനെ തുറക്കും. ഈ ബഹിർഗമന നാളി അഥവാ ബീജവാഹി ഉദരാശയത്തിലേക്ക് വരുന്നു. അതായത് ഇവിടെ മൂത്രസഞ്ചി കൊടുത്തിട്ടുണ്ട്. മൂത്രസഞ്ചിയെ ചുറ്റി എന്ത് ചെയ്യുന്നു? ബഹിർഗമന നാളി ഇങ്ങനെ ഉദരാശയത്തിലേക്ക് വരുന്നുണ്ട്. ബീജവാഹി ശുക്ലാശയത്തിൽ നിന്നുമുള്ള നളികയെ സ്വീകരിക്കുന്നു. ശുക്ലാശയം എന്ന് പറഞ്ഞാൽ സെമൈനൽ വെസിക്കിളിൽ നിന്നുള്ള നളികയെ ബീജവാഹി സ്വീകരിക്കുകയും സ്ഖലന നാളി അഥവാ ഇജാക്കുലേറ്ററി ഡക്റ്റായി മൂത്രനാളി അഥവാ യൂറിത്രയിലേക്ക് തുറക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഇവിടെ ഇങ്ങനെ ഈ യെല്ലോ കളറിൽ ഇങ്ങനെ കാണിച്ചിട്ടുണ്ട്. ഇതാണ് ശുക്ലാശയം എന്ന് പറയുന്നത്. ഇങ്ങനെ രണ്ട് സൈഡിലുമായിട്ട് രണ്ട് ശുക്ലാശയം അഥവാ സെമൈനൽ വെസിക്കിൾ ഉണ്ട്. ഇതിൽ നിന്നുള്ള നളികയെ ബീജവാഹി സ്വീകരിക്കുന്നു. അങ്ങനെ ഇത് നേരെ എങ്ങോട്ടേക്ക് പോകുന്നു? മൂത്രനാളിയിലേക്ക് വരുന്നു. മൂത്രനാളി വഴി ഒരു ഇജാക്കുലേറ്ററി ഡക്റ്റായിട്ട് ഇത് തുറക്കുകയും ചെയ്യുന്നു. സ്ഖലന നാളികളാണ് പുംബീജത്തെ ശേഖരിക്കുന്നതും മൂത്രനാളിയിലൂടെ വൃഷണത്തിൻ്റെ പുറത്തേക്ക് എത്തിക്കുന്നതും. മൂത്രനാളി ഉത്ഭവിക്കുന്നത് മൂത്രസഞ്ചിയിൽ നിന്നുമാണ്. ഇത് ശിശ്നത്തിലൂടെ അതായത് പെനിസിലൂടെ കടന്ന് ബാഹ്യസുഷിരമായ മൂത്രദ്വാരം അഥവാ യുറിത്രൽ മീറ്റസിലൂടെ പുറത്തേക്ക് തുറക്കുന്നു. പുരുഷന്റെ ബാഹ്യ ജനനേന്ദ്രിയമാണ് ശിശ്നം അഥവാ പെനിസ്.
ഉദ്ധാരണത്തിന് സഹായിക്കുന്ന പ്രത്യേകതരം കലകൾ ശിശ്നത്തിൽ കാണപ്പെടുന്നു. ഇത് ബീജാധാനം അഥവാ ഇൻസെമിനേഷനെ സുഗമമാക്കുന്നു. വലിപ്പം കൂടിയ ശിശ്നാഗ്രത്തെ ഗ്ലാൻസ് പെനിസ് അതിനെ പൊതിഞ്ഞുകൊണ്ട് അയഞ്ഞതും മടക്കമുള്ളതുമായ അഗ്രചർമ്മം അഥവാ ഫോർ സ്കിൻ കാണപ്പെടുന്നു. 2 വീതം ശുക്ലാശയങ്ങളും ബൾബോയുറിത്രൽ ഗ്രന്ഥികളും ഒരു പ്രോസ്ട്രേറ്റ് ഗ്രന്ഥിയും ഉൾപ്പെടുന്നതാണ് പുരുഷ പ്രത്യുൽപാദന സഹായക ഗ്രന്ഥികൾ. ഇപ്പം ഇനി നമ്മൾ സഹായക ഗ്രന്ഥികളെ കുറിച്ചാണ് പറയുന്നത്. 2 വീതം ശുക്ലാശയങ്ങളുണ്ട്, ബൾബോയുറിത്രൽ ഗ്രന്ഥികളുണ്ട്, ഒരു പ്രോസ്ട്രേറ്റ് ഗ്രന്ഥിയുണ്ട്. ഇത് 3 ഉൾപ്പെടുന്നതാണ് പുരുഷ പ്രത്യുൽപാദന സഹായക ഗ്രന്ഥികൾ. ഇവിടെ ഈ ഒരു ചിത്രത്തിലേക്ക് നോക്കൂ. ഇവിടെ കാണാൻ പറ്റും ശുക്ലാശയം. നേരത്തെ നമ്മൾ കാണിച്ചില്ലേ, അത് ശുക്ലാശയം അഥവാ സെമാനൽ വെസിക്കിൾ. എത്ര എണ്ണം ഉണ്ട്? 2 എണ്ണം. 2 സൈഡിലുമായിട്ട് ഓരോന്നുണ്ട്. അതിന് നേരെ താഴെയായിട്ട് പ്രോസ്ട്രേറ്റ് ഗ്രന്ഥി കൊടുത്തിട്ടുണ്ട്. പ്രോസ്ട്രേറ്റ് ഗ്രന്ഥി 2 സൈഡിലുമായിട്ട് ഓരോന്നുണ്ട്. ഇവിടെ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെയും താഴെയായിട്ട് എന്ത് കൊടുത്തിട്ടുണ്ട്? ബൾബോയുറിത്രൽ ഗ്ലാൻഡ്, ഒരു ബൾബോയുറിത്രൽ ഗ്രന്ഥിയുണ്ട്. ഇത്രയും ഉൾപ്പെടുന്നതാണ് പുരുഷ പ്രത്യുൽപാദന സഹായക ഗ്രന്ഥികൾ എന്ന് പറയുന്നത്. ഈ ഗ്രന്ഥികളുടെ സ്രവമാണ് സെമിനൽ പ്ലാസ്മ. സെമിനൽ പ്ലാസ്മ എന്ന് പറയുന്നത് ഈ ഗ്രന്ഥികളിൽ നിന്നും വരുന്ന സ്രവം, ഈ ഗ്രന്ഥികൾ ഉൽപ്പാദിപ്പിക്കുന്ന സ്രവമാണ്. ഈ സ്രവത്തിൽ എന്തെല്ലാം ഉണ്ടാവും എന്നറിയോ? ചില രാസാഗ്നികൾ ഉണ്ടാവും, ഫ്രക്ടോസ്, കാൽസ്യം, ഇതെല്ലാം ഉണ്ടായിരിക്കും ഈ സെമിനൽ പ്ലാസ്മയിൽ. ബൾബോയുറിത്രൽ ഗ്രന്ഥി ഒരു സ്രവം ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. ആ സ്രവമാണ് ശിശ്നത്തെ വഴുവഴുപ്പുള്ളതാക്കുന്നത്. ഇവിടെ ഈ കൊടുത്തിരിക്കുന്ന ചിത്രം എന്ന് പറയുന്നത് പുരുഷ പ്രത്യുൽപാദന വ്യവസ്ഥ കാണിക്കുന്ന ഇടുപ്പ് ഭാഗത്തിൻ്റെ നെടുകയുള്ള ഛേദമാണ്. ഇപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുള്ള സകല പാർട്ടും ഇതിൽ നമുക്ക് കാണാൻ പറ്റും. ആദ്യം തന്നെ ആ പിങ്ക് കളറിൽ ദീർഘവൃത്താകൃതിയിലുള്ള വൃഷണം കാണിച്ചിട്ടുണ്ട്. അതിനുശേഷം ഈ വൃഷണം ഇരിക്കുന്ന വൃഷണ സഞ്ചി ഇവിടെ കൊടുത്തിട്ടുണ്ട്. വൃഷണത്തിൽ നിന്ന് മുകളിലേക്ക് വരുന്ന ബഹിർഗമന നാളികൾ കണ്ടില്ലേ, ഇത് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. ഈ ബഹിർഗമന നാളികൾ നേരെ വന്നു കഴിഞ്ഞിട്ട് നേരെ എവിടെ എത്തുന്നുണ്ട്? മൂത്രാശയത്തിനെ ചുറ്റി ഇങ്ങനെ താഴേക്ക് വരുന്നു. ഇവിടുന്ന് അത് സ്ഖലന നാളിയായി മാറുന്നുണ്ട്. ഈ സ്ഖലന നാളിയായിട്ട് മാറിയിട്ട് പ്രോസ്ട്രേറ്റ് ഗ്ലാൻഡ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. പ്രോസ്ട്രേറ്റ് ഗ്ലാൻഡ് ഉണ്ട്. ഇതിൻ്റെ എല്ലാം സ്രവങ്ങളെ സ്വീകരിച്ചുകൊണ്ട് അത് നേരെ താഴോട്ടേക്ക് വരുന്നു. അങ്ങനെ ഇത് ശിശ്നം വഴി മൂത്രനാളി വഴി ഇങ്ങനെ വന്നിട്ട് ഇവിടെ ശിശ്നാഗ്രം വഴി പുറത്തേക്ക് തുറക്കുന്നു. ശുക്ലാശയം കാണിച്ചിട്ടുണ്ട്. 2 സൈഡിലും ഓരോന്നും. ഇത് ഒരു സൈഡിലായതുകൊണ്ട് ശുക്ലാശയം ഒരെണ്ണം കാണിച്ചിട്ടുണ്ട്. അതേപോലെ ബൾബോയുറിത്രൽ ഗ്രന്ഥി, ബൾബോയുറേറ്റർ ഗ്ലാൻഡും ഇവിടെ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ നേരത്തെ കണ്ട അതേ പിക്ചറാണ്. അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ആ അഗ്രചർമ്മം കൊടുത്തിട്ടുണ്ട്. ഈ ശിശ്നാഗ്രത്തിലാണ് അഗ്രചർമ്മം ഉള്ളത്. ഈ അഗ്രചർമ്മം ഉൽപ്പാദിപ്പിക്കുന്ന സ്രവങ്ങളാണ് ശിശ്നാഗ്രത്തിനെ വഴുവഴുപ്പുള്ളതാക്കുന്നത്. ഇത്രയുമാണ് പുരുഷ പ്രത്യുൽപാദന വ്യവസ്ഥയുടെ ഭാഗങ്ങൾ എന്ന് പറയുന്നത്. ഇനി നമുക്ക് നോക്കാനുള്ളത് സ്ത്രീ പ്രത്യുൽപാദന വ്യവസ്ഥയാണ്. സ്ത്രീ പ്രത്യുൽപാദന വ്യവസ്ഥയിൽ ഏതെല്ലാം ഭാഗങ്ങളാണുള്ളതെന്നറിയോ? ഒരു ജോഡി അണ്ടാശയങ്ങൾ അഥവാ ഓവറി ഉണ്ട്. അതോടൊപ്പം ഒരു ജോഡി അണ്ടവാഹി കുഴലുകൾ അഥവാ ഓവിഡക്റ്റ് ഉണ്ട്. ഗർഭാശയം അഥവാ യൂട്രസ് ഉണ്ട്. ഗർഭാശയത്തിൻ്റെ ഗർഭാശയ ഗളം അഥവാ സെർവിക്സ് ഉണ്ട്. യോനി അഥവാ വജീനയുണ്ട്. ബാഹ്യ ജനനേന്ദ്രിയം അഥവാ എക്സ്റ്റേണൽ ജെനിറ്റീലിയ. ഇത്രയും ഭാഗങ്ങളാണ് സ്ത്രീ പ്രത്യുൽപാദന വ്യവസ്ഥയുടെ ഭാഗങ്ങൾ എന്ന് പറയുന്നത്. ഒരു ജോഡി അണ്ടാശയം അഥവാ ഓവറി, ഒരു ജോഡി അണ്ടവാഹികൾ അഥവാ ഓവിഡക്റ്റ്, ഒരു ജോഡി ഗർഭാശയം ഒരെണ്ണം, ഒരു യൂട്രസ്, ഗർഭാശയ ഗളം അഥവാ സെർവിക്സ്, യോനി അഥവാ വജീന, ബാഹ്യ ജനനേന്ദ്രിയം അഥവാ എക്സ്റ്റേണൽ ജെനിറ്റീലിയ. ഇത് ഇടുപ്പ് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്നു. സ്ത്രീ പ്രത്യുൽപാദന വ്യവസ്ഥയുടെ ഈ ഭാഗങ്ങൾ കൂടാതെ ഒരു ജോഡി സ്തനങ്ങൾ അഥവാ മാമറി ഗ്ലാൻസും കാണപ്പെടുന്നു. മേൽ പറഞ്ഞ എല്ലാ ഭാഗങ്ങളും ഒത്തുചേർന്ന് അണ്ടോത്സർജനം അഥവാ ഓവുലേഷൻ, ബീജസംയോഗം അഥവാ ഫെർട്ടിലൈസേഷൻ, ഗർഭധാരണം അഥവാ പ്രഗ്നൻസി, ജനനം അഥവാ ബർത്ത്, ശിശു സംരക്ഷണം അഥവാ ചൈൽഡ് കെയർ എന്നീ പ്രക്രിയകൾക്ക് വേണ്ട ഘടനാപരവും ധർമ്മപരവുമായ പിന്തുണ നൽകുന്നു. ഇതിൽ ആദ്യം നമുക്ക് അണ്ടാശയത്തിനെ കുറിച്ചാണ് പഠിക്കേണ്ടത്. അണ്ടാശയങ്ങളാണ് സ്ത്രീകളുടെ പ്രാഥമിക ലൈംഗിക അവയവങ്ങൾ. പ്രൈമറി ലൈംഗിക അവയവങ്ങൾ എന്ന് പറയുന്നത് അണ്ടാശയങ്ങളാണ്.
ഇതിലെന്ത് കാണപ്പെടുന്നു? അണ്ഡം ഉണ്ടാവും. അതുപോലെ നിരവധി സ്റ്റിറോയിഡ് ഹോർമോണുകളെയും ഇത് ഉൽപ്പാദിപ്പിക്കുന്നു. ഇതിൽ അണ്ഡം ഉണ്ടായിരിക്കും, നിരവധി സ്റ്റിറോയിഡ് ഹോർമോണുകളെയും ഉൽപ്പാദിപ്പിക്കുന്നു. ഇനി ഉദരാശയത്തിൻ്റെ താഴെ ഭാഗത്ത് ഇരുവശങ്ങളിലും ഓരോ അണ്ഡാശയങ്ങൾ സ്ഥിതി ചെയ്യുന്നു. ഇരുവശങ്ങളിലുമായിട്ട് ഓരോന്ന്, അങ്ങനെ 2 അണ്ഡാശയങ്ങളുണ്ട്. ഓരോ അണ്ഡാശയത്തിനും 2 മുതൽ 4 സെൻറ്റിമീറ്റർ വരെ നീളം ഉണ്ടായിരിക്കും. എത്രയാണ് നീളം? 2 മുതൽ 4 സെൻറ്റിമീറ്റർ വരെ നീളമുണ്ടാവും. ഇവ ഇടുപ്പിലെ ഭിത്തിയിലും ഗർഭാശയ ഭിത്തിയിലും സ്നായുക്കൾ കൊണ്ട് ബന്ധിപ്പിച്ചിരിക്കുന്നു. ഇടുപ്പിലെ ഭിത്തിയിലും ഗർഭാശയ ഭിത്തിയിലും സ്നായുക്കൾ കൊണ്ട് ബന്ധിപ്പിച്ചിരിക്കുന്നു. ഇത് സ്ത്രീ പ്രത്യുൽപാദന വ്യവസ്ഥയുടെ ഛേദം കാണിക്കുന്ന ഒരു രേഖാചിത്രമാണ്. ഈ ചിത്രത്തിലേക്ക് നോക്കുക. ഇവിടെ ഇങ്ങനെ പിങ്ക് കളറിൽ അണ്ഡാശയം കാണിച്ചിട്ടുണ്ട്, കണ്ടില്ലേ? അണ്ഡാശയം കാണിച്ചിട്ടുണ്ട്. ഈ അണ്ഡാശയത്തെ സ്നായുക്കൾ വഴി ഇടുപ്പിലേക്കും ബന്ധിപ്പിച്ചിട്ടുണ്ട്, അതുപോലെ ഗർഭാശയത്തിലേക്കും ബന്ധിപ്പിച്ചിട്ടുണ്ട്. ഓരോ അണ്ഡാശയവും കനം കുറഞ്ഞ ആവരണ കല കൊണ്ട് പൊതിഞ്ഞിരിക്കുന്നു. കട്ടി കുറഞ്ഞ, കനം കുറഞ്ഞ ആവരണ കല കൊണ്ട് ഓരോ അണ്ഡാശയവും പൊതിഞ്ഞിരിക്കുന്നു. ഇതിനകത്തായി അണ്ഡാശയ സ്ട്രോമ കാണപ്പെടുന്നു. അതിൻ്റെ ഉള്ളിൽ അണ്ഡാശയ സ്ട്രോമ ഉണ്ട്. ആ അണ്ഡാശയ സ്ട്രോമയെ 2 മേഖലകളായി തിരിച്ചിരിക്കുന്നു. അണ്ഡാശയ സ്ട്രോമയെ 2 മേഖലകളായി തരംതിരിച്ചിരിക്കുന്നു. പുറമേയുള്ളതിനെ കോർട്ടക്സ് എന്നും ഉള്ളിലുള്ളതിനെ മെഡുല്ല എന്നും വിളിക്കുന്നു. അപ്പോൾ അണ്ഡാശയ സ്ട്രോമയെ എത്രയായി തിരിച്ചിരിക്കുന്നു? 2ആയി തിരിച്ചിരിക്കുന്നു. പുറമേയുള്ളതിനെ എന്ത് വിളിക്കും? കോർട്ടക്സ് എന്ന് വിളിക്കുന്നു. പുറമേയുള്ളതിനെ കോർട്ടക്സ് എന്ന് വിളിക്കുന്നു. ഉള്ളിലുള്ളതിനെ എന്ത് വിളിക്കും? മെഡുല്ല എന്ന് വിളിക്കുന്നു. ഇനി സഹായക നാളികളെ കുറിച്ചാണ് നോക്കുന്നത്. അണ്ഡവാഹികൾ, ഗർഭാശയം, യോനി എന്നിവയാണ് സ്ത്രീ പ്രത്യുൽപാദന വ്യവസ്ഥയുടെ സഹായക നാളികൾ. ഏതൊക്കെയാണ്? അണ്ഡവാഹികൾ, ഗർഭാശയം, യോനി എന്നിവയാണ് സഹായക നാളികൾ സ്ത്രീ പ്രത്യുൽപാദന വ്യവസ്ഥയുടെ. ഓരോ അണ്ഡാശയത്തിൻ്റെയും ബാഹ്യഭാഗത്തു നിന്ന് ആരംഭിച്ച് ഗർഭാശയം വരെ നീണ്ടു നിൽക്കുന്ന 10 സെൻറ്റിമീറ്റർ മുതൽ 12 സെൻറ്റിമീറ്റർ വരെ നീളമുള്ള കുഴലാണ് അണ്ഡവാഹിക്കുഴൽ. അത് എവിടെ നിന്ന് ആരംഭിക്കും? ഓരോ അണ്ഡാശയത്തിൻ്റെയും ബാഹ്യഭാഗത്തു നിന്ന് ആരംഭിച്ച് ഗർഭാശയം വരെ നീണ്ടു നിൽക്കുന്നു. ഈ ഒരു ചിത്രത്തിൽ അണ്ഡവാഹിക്കുഴൽ കാണിച്ചിട്ടുണ്ട്. അണ്ഡവാഹിക്കുഴലിൻ്റെ ഭാഗം ഇവിടെ നിന്ന് ഇങ്ങനെ ഇങ്ങോട്ട് കാണിച്ചിട്ടുണ്ട്. ഈ ഗർഭാശയം വരെ എത്തുന്ന ഈ ഒരു ഭാഗമാണ് അണ്ഡവാഹിക്കുഴൽ എന്ന് പറയുന്നത്. അണ്ഡാശയത്തിനോട് ചേർന്ന് കാണപ്പെടുന്ന അണ്ഡവാഹിക്കുഴലിൻ്റെ ചോർപ്പിൻ്റെ ആകൃതിയിലുള്ള ഭാഗത്തെ ഇൻഫൻഡുബുലം എന്ന് വിളിക്കുന്നു. എന്താ വിളിക്കുന്നത്? ഇൻഫൻഡുബുലം. ചോർപ്പിൻ്റെ ആകൃതിയിലുള്ള ഭാഗമാണ് ഇൻഫൻഡുബുലം. ഈ ഒരു ചിത്രം നോക്കിയാൽ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ ചോർപ്പിൻ്റെ ആകൃതിയിലുള്ള ഭാഗം, അതായത് ഈ ഒരു ഭാഗം, ഇതിനെയാണ് എന്ത് പറയുന്നത്? ഇൻഫൻഡുബുലം എന്ന് പറയുന്നത്. ഇൻഫൻഡുബുലത്തിൻ്റെ അഗ്രഭാഗത്തേക്ക് നോക്കൂ. ഇവിടെ വിരലുകൾ പോലെയുള്ള ഭാഗങ്ങൾ കാണുന്നുണ്ട് അല്ലേ? ഈ വിരലുകൾ പോലെയുള്ള ഭാഗങ്ങൾ കാണുന്നുണ്ട്. ഇതിനെയാണ് ഫിംബ്രിയെ എന്ന് വിളിക്കുന്നത്. ഇൻഫൻഡുബുലത്തിൻ്റെ അഗ്രഭാഗത്ത് കാണപ്പെടുന്ന വിരലുകൾ പോലെയുള്ള ഭാഗങ്ങളാണ് ഫിംബ്രിയെ. ഈ ഫിംബ്രിയെ എന്തിനു വേണ്ടിയുള്ളതാണെന്നറിയോ? ഈ അണ്ഡാശയത്തിൽ നിന്ന് അണ്ഡത്തെ ഉത്സർജിച്ച് കഴിയുമ്പോൾ അണ്ഡോത്സർജനത്തിന് ശേഷം അണ്ഡത്തെ ശേഖരിക്കണം. അങ്ങനെ ശേഖരിക്കാൻ വേണ്ടിയിട്ടുള്ള ഭാഗമാണ് ഫിംബ്രിയെ. ഈ ഇൻഫൻഡുബുലം കഴിഞ്ഞിട്ട് അണ്ഡവാഹിക്കുഴലിൻ്റെ വിസ്തൃതമായ ഒരു ഭാഗം കാണുന്നില്ലേ? ഈ വിസ്തൃതമായിട്ടുള്ള ഈ ഭാഗത്തിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ആംപ്യുള്ള എന്ന് പറയുന്നത്. അണ്ഡവാഹിക്കുഴലിൻ്റെ അവസാന ഭാഗം അതാണ് ഇസ്തുമസ്. ഇവിടെ ഇങ്ങനെ ഈ അവസാന ഭാഗം, ഇതിനെയാണ് ഇസ്തുമസ് എന്ന് പറയുന്നത്. ഈ നാളിയുടെ ഉൾവശം വളരെ ഇടുങ്ങിയതാണ്, നാരോ ആയിട്ടുള്ളൊരു ഭാഗമാണ് ഈസ്തുമസ് എന്ന് പറയുന്ന ഈ പാർട്ട്. ഉൾഭിത്തിയോടുകൂടിയ ഈ ഭാഗം ഗർഭാശയവുമായി ബന്ധിക്കപ്പെട്ടിരിക്കുന്നു. അപ്പോൾ ഗർഭാശയവുമായി ബന്ധിക്കപ്പെട്ടിരിക്കുന്ന അണ്ഡവാഹിക്കുഴലിൻ്റെ ഭാഗം ഏതാണ്? ഈസ്തുമസ്. ഇനി അടുത്തത് ഗർഭാശയത്തെക്കുറിച്ചാണ് പറയുന്നത്. ഗർഭാശയത്തിൻ്റെ ഒരു ആകൃതി എങ്ങനെയാണെന്നറിയോ? ഒരു പിയർ ഫ്രൂട്ടിൻ്റെ ആകൃതി, അതായത് തല കീഴായി പിടിച്ച പിയർ പഴത്തിൻ്റെ ആകൃതിയാണ് ഗർഭാശയത്തിന് ഉള്ളത്. തല കീഴായി പിടിച്ച പിയർ ഫ്രൂട്ടിൻ്റെ ആകൃതി. ഇവിടെ ഈ കാണിച്ചിരിക്കുന്നതാണ് ഗർഭാശയ അറ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ മനസ്സിലാവുന്നില്ലേ? ഒരു തല കീഴായി പിടിച്ച ഒരു പിയർ ഫ്രൂട്ടിൻ്റെ ആകൃതിയല്ലേ ഇതിനുള്ളത്? ഈ ഗർഭാശയത്തെ ഇടുപ്പിൻ്റെ ഭിത്തിയുമായി ബന്ധിപ്പിക്കുന്നുണ്ട്. ഇങ്ങനെ ബന്ധിപ്പിച്ചിരിക്കുന്നത് സ്നായുക്കൾ കൊണ്ടാണ്. ഗർഭാശയം യോനിയിലേക്ക് തുറക്കുന്നത് ഇടുങ്ങിയ ഗർഭാശയ ഗളം അഥവാ സെർവിക്സിലൂടെയാണ്. ഇവിടെ ഇങ്ങനെ താഴെ ഭാഗത്തായിട്ട് യോനി കാണിച്ചിട്ടുണ്ട്. ആ യോനിയിലേക്ക് ഗർഭാശയം തുറക്കുന്ന ഈ ഭാഗം, ഇതിനെയാണ് എന്ത് പറയുന്നത്? ഗർഭാശയ ഗളം അഥവാ സെർവിക്സ് എന്ന് പറയുന്നത്.
ഗർഭാശയ ഗളത്തിൻ്റെ നാളത്തെ ഗർഭാശയ ഗളനാളം അഥവാ സെർവിക്കൽ കനാൽ എന്ന് വിളിക്കുന്നു. ഇതാണ് സെർവിക്കൽ കനാൽ എന്ന് പറയുന്നത്, ഗർഭാശയ ഗളനാളം. ഗർഭാശയ ഗളനാളം യോനിയോടൊപ്പം ചേരുമ്പോൾ ജനനനാളി അഥവാ ബർത്ത് കനാലാവുന്നു. ഈ ഗർഭാശയ ഗളനാളവും ഈ യോനിയും ചേർന്നുള്ള ഈ പാർട്ട് ഇതിനെയാണ് ബർത്ത് കനാൽ അഥവാ ജനനനാളി എന്ന് പറയുന്നത്. ഗർഭാശയത്തിൻ്റെ ഭിത്തിയിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഗർഭാശയത്തിൻ്റെ ഭിത്തിയിൽ 3 പാളി കലകൾ കാണപ്പെടുന്നു. ഗർഭാശയത്തിൻ്റെ ഭിത്തിയിൽ എത്ര പാളി കലകളാണ്? 3 പാളി കലകൾ കാണപ്പെടുന്നു. പുറമേ കാണുന്ന കനം കുറഞ്ഞ പാളിയാണ് പെരിമെട്രിയം. ഏറ്റവും പുറമെ കനം കുറഞ്ഞ പാളി അതാണ് പെരിമെട്രിയം. മധ്യഭാഗത്ത് കട്ടി കൂടിയ പാളി അത് മൃദുവായിട്ടുള്ള പേശികളാൽ നിർമ്മിതമായിരിക്കും, അതിനെയാണ് മയോമെട്രിയം എന്ന് പറയുന്നത്. ഉൾഭാഗത്തായി കാണപ്പെടുന്ന ഗ്രന്ഥികൾ കൊണ്ടുള്ള പാളി, ഉൾഭാഗത്ത് ഗ്രന്ഥികൾ കൊണ്ടുള്ള ഒരു പാളിയുണ്ട്, അതാണ് ഗർഭാശയ ആന്തരപാളി അഥവാ എൻഡോമെട്രിയം. ഗർഭാശയത്തെ ആന്തരികമായി ആവരണം ചെയ്തിരിക്കുന്നത് ഗർഭാശയ ആന്തരപാളി അഥവാ എൻഡോമെട്രിയമാണ്. ഈ ഗർഭാശയ ആന്തരപാളിയിൽ ചാക്രികമായിട്ടുള്ള മാറ്റങ്ങൾ നടക്കുന്നുണ്ട്. ഇങ്ങനെയുള്ള ഈ ചാക്രികമായ മാറ്റങ്ങൾ നടക്കുമ്പോഴാണ് ആർത്തവം അഥവാ മെൻസ്ട്രേഷൻ ഉണ്ടാകുന്നത്. അപ്പോൾ മെൻസ്ട്രേഷൻ ഉണ്ടാകുന്നതിന് കാരണം എന്താണ്? ഈ ഗർഭാശയ ആന്തരപാളി, ആ 3ാമത്തെ പാളിയിലെ ഗർഭാശയ ആന്തരപാളി അഥവാ എൻഡോമെട്രിയം, അതിൽ നടക്കുന്ന ചാക്രികമായ മാറ്റങ്ങളാണ് മെൻസ്ട്രേഷന് കാരണമാകുന്നത് അഥവാ ആർത്തവത്തിന് കാരണമാകുന്നത്. മയോമെട്രിയത്തിലെ മൃദുപേശികളുടെ ശക്തമായ സങ്കോചം, മയോമെട്രിയം എന്ന് പറയുമ്പോൾ തന്നെ എന്താണ്? മസിൽസ് കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്, മൃദുവായിട്ടുള്ള പേശികൾ കൊണ്ടാണ്. അപ്പോൾ ഇതിൻ്റെ ശക്തമായിട്ടുള്ള കൺട്രാക്ഷൻ, സങ്കോചങ്ങളാണ് പ്രസവ പ്രക്രിയയെ സഹായിക്കുന്നത്. മയോമെട്രിയത്തിൻ്റെ മൃദുപേശികളുടെ ശക്തമായ സങ്കോചങ്ങളാണ് പ്രസവ പ്രക്രിയയെ സഹായിക്കുന്നത്. ഇനി ബാഹ്യ ജനനേന്ദ്രിയ ഭാഗങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. സ്ത്രീകളുടെ ബാഹ്യ ജനനേന്ദ്രിയം മോൺസ് പ്യൂബിസ്, ലേബിയ മേജോറ, ലേബിയ മൈനോറ, കന്യാചർമ്മം അഥവാ ഹൈമൻ, ശിശ്നിക അഥവാ ക്ലിറ്റോറിസ് എന്നിവ ഉൾപ്പെട്ടതാണ്. മോൺസ് പ്യൂബിസ് കൊഴുപ്പ് നിറഞ്ഞ കലകൾ കൊണ്ട് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നു. ഇത്രയും പറഞ്ഞതിൽ കൊഴുപ്പ് നിറഞ്ഞ കലകൾ കൊണ്ട് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് മോൺസ് പ്യൂബിസ് ആണ്. അതിനെ ആവരണം ചെയ്ത് ത്വക്കും രോമങ്ങളും കാണപ്പെടുന്നു. മോൺസ് പ്യൂബിസിൽ നിന്നും താഴേക്ക് വ്യാപിച്ചിരിക്കുന്നതും യോനിയെ വലയം ചെയ്തിരിക്കുന്നതുമായ മാംസളമായ കലകളുടെ മടക്കുകളെയാണ് ലേബിയ മേജോറ എന്ന് വിളിക്കുന്നത്. ലേബിയ മേജോറയ്ക്കിടയിൽ കാണപ്പെടുന്ന കലകളാൽ നിർമ്മിതമായ, അതായത് ടിഷ്യൂസ് കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു ജോഡി മടക്കുകളാണ് ലേബിയ മൈനോറ. യോനിനാളം പുറത്തേക്ക് തുറക്കുന്ന ഭാഗം ഒരു സ്തരം കൊണ്ട് ഭാഗികമായി ആവരണം ചെയ്യപ്പെട്ടിരിക്കുന്നു. ഈ സ്തരത്തെയാണ് കന്യാചർമ്മം എന്ന് വിളിക്കുന്നത്. 2 ലേബിയ മൈനോറകളും ചേരുന്ന മുകൾ ഭാഗത്ത് കാണപ്പെടുന്ന തീരെ ചെറിയ വിരൽ പോലെയുള്ള ഭാഗമാണ് ശിശ്നിക. ഇത് മൂത്രനാളം പുറത്തേക്ക് തുറക്കുന്ന ഭാഗത്തിന് മുകളിലായി സ്ഥിതി ചെയ്യുന്നു. കന്യാചർമ്മം ആദ്യ ലൈംഗിക ബന്ധം നടക്കുമ്പോൾ പൊട്ടിപ്പോവാറുണ്ട്. ചാടുമ്പോഴോ വീഴുമ്പോഴോ ഒക്കെ ഇത് പൊട്ടിപ്പോവാറുണ്ട്. ആർത്തവ രക്തം നീക്കം ചെയ്യാനുള്ള ഉപാധികൾ യോനിനാളത്തിലേക്ക് കടത്തുന്നതും കുതിരസവാരി, സൈക്കിൾ ചവിട്ടൽ എന്നീ കായിക വിനോദങ്ങളിൽ സജീവമായി പങ്കെടുക്കുന്നതും കന്യാചർമ്മം പൊട്ടുന്നതിന് കാരണമാകാറുണ്ട്. എന്നാൽ ചില സ്ത്രീകളിൽ ലൈംഗിക ബന്ധത്തിന് ശേഷവും കന്യാചർമ്മം സ്ഥായിയായി കാണപ്പെടുന്നു. ആയതിനാൽ കന്യാചർമ്മം ഉള്ളതോ ഇല്ലാത്തതോ കന്യകാത്വത്തിൻ്റെയോ ലൈംഗിക അനുഭവത്തിൻ്റെയോ വിശ്വസിക്കാവുന്ന ഒരു തെളിവായി കണക്കാക്കാൻ കഴിയില്ല. സ്ത്രീ പ്രത്യുൽപാദന വ്യവസ്ഥയുടെ ഛേദം കാണിക്കുന്ന ചിത്രം. അണ്ഡാശയം 2 എണ്ണം, 2 ഭാഗത്ത്, ഇവിടെ ഒന്നുണ്ട്, ഇവിടെ ഒന്നുണ്ട്, 2 അണ്ഡാശയം കൊടുത്തിരിക്കുന്നു. അണ്ഡാശയം ഇടുപ്പു ഭാഗവുമായും അതുപോലെ അണ്ഡവാഹിക്കുഴലുമായും സ്നായുക്കൾ കൊണ്ടിങ്ങനെ ബന്ധിപ്പിച്ചിരിക്കുന്നു. ഇങ്ങോട്ടേക്കും ബന്ധിപ്പിച്ചിരിക്കുന്നു, ഇവിടെ ഇങ്ങോട്ടേക്കും ബന്ധിപ്പിച്ചിരിക്കുന്നു, സ്നായുക്കൾ വഴി ബന്ധിപ്പിച്ചിരിക്കുന്നു. അണ്ഡവാഹിക്കുഴലിൻ്റെ 3 ഭാഗങ്ങൾ ഇൻഫൻറ്റുബുലം, ആംപ്യുള, ഈസ്തുമസ് ആണ്. നടുവിലായിട്ട് എന്തുണ്ട്? ഗർഭാശയ അറ അഥവാ ഗർഭാശയം കാണപ്പെടുന്നു. ഈ ഗർഭാശയത്തിന് 3 പാളികളുണ്ട്. ഏറ്റവും പുറമേയുള്ള ഭാഗം അതായത് പെരിമെട്രിയം, അത് കഴിഞ്ഞ് മയോമെട്രിയം മസിൽസ് കൊണ്ടുള്ളത്. ഏറ്റവും ഉള്ളിലായി കാണപ്പെടുന്നത് ഗർഭാശയ ആന്തരപാളി അഥവാ എൻഡോമെട്രിയം. ഇനി താഴെയായി ഗർഭാശയ ഗളത്തിൻ്റെ നാളം, അതായത് ഇതിനെ നമ്മൾ ഗർഭാശയ ഗളനാളം എന്ന് വിളിക്കുന്നു. ഏറ്റവും താഴെ യോനി. ഗർഭാശയ ഗളനാളവും യോനിയും ചേരുന്ന ഇതിനെയാണ് ബർത്ത് കനാൽ എന്ന് വിളിക്കുന്നത്.
ഇവിടെ സ്ത്രീ പ്രത്യുൽപാദന വ്യവസ്ഥയുടെ ഛേദം കാണിക്കുന്ന രേഖാചിത്രം കൊടുത്തിട്ടുണ്ട്. ഇത് ഇടുപ്പ് ഭാഗത്താണ് സ്ഥിതി ചെയ്യുന്നതെന്ന് പറഞ്ഞു. ഇവിടെ ഗർഭാശയം കൊടുത്തിട്ടുണ്ട്. ഗർഭാശയത്തിൻ്റെ ഗളം, ഗർഭാശയ ഗളം കൊടുത്തിട്ടുണ്ട്. ഗർഭാശയ ഗളനാളം ഇങ്ങനെ താഴോട്ടേക്ക് പോകുന്നുണ്ട്. മൂത്രനാളിയുടെ അടുത്തൂടെയാണത് പോകുന്നത്. ലേബിയ മൈനോറ കൊടുത്തിട്ടുണ്ട്. ലേബിയ മേജോറ കൊടുത്തിട്ടുണ്ട്. അതുപോലെ യോനി മുഖം. ഇത്രയുമാണ് ഈ ഒരു ചിത്രത്തിൽ കൊടുത്തിട്ടുള്ളത്. പറയാൻ പോകുന്നത് സ്തനങ്ങളെ കുറിച്ചാണ്. പെൺ സസ്തനികൾക്കുള്ള പ്രത്യേകതയാണ് പ്രവർത്തനക്ഷമമായ സ്തനങ്ങൾ. ഗ്രന്ഥികലകളും വ്യത്യസ്ത അളവിൽ കൊഴുപ്പും അടങ്ങിയിട്ടുള്ള ഒരു ജോഡി അവയവങ്ങളാണ് സ്തനങ്ങൾ അഥവാ ക്ഷീരഗ്രന്ഥികൾ അഥവാ മാമറി ഗ്ലാൻസ്. മാമറി ഗ്ലാൻസിൽ എന്തുണ്ടാവും? ഗ്രന്ഥികലകൾ ഉണ്ടാവും. വ്യത്യസ്ത അളവിൽ കൊഴുപ്പും അടങ്ങിയിട്ടുണ്ടാവും. സ്തനങ്ങളിലെ ഗ്രന്ഥികലകളെ 15 മുതൽ 20 വരെ സ്തന ഇതളുകൾ അഥവാ മാമറി ലോബ്സ് ആയി വിഭജിച്ചിരിക്കുന്നു. എത്ര മാമറി ലോബ്സ് ആണുള്ളത് സ്തനങ്ങളിലെ ഗ്രന്ഥികലകളിൽ, ടിഷ്യൂസിൽ? 15 മുതൽ 20 വരെ സ്തന ഇതളുകൾ അഥവാ മാമറി ലോബ്സ് ഉണ്ടായിരിക്കും. ഇവയിൽ കാണപ്പെടുന്ന കോശ സമൂഹങ്ങൾ ആൽവിയോളുകൾ എന്ന് അറിയപ്പെടുന്നു. മാമറി ലോബ്സിലുള്ള സെൽസിൻ്റെ സമൂഹങ്ങളെയാണ് ആൽവിയോളുകൾ എന്ന് അറിയപ്പെടുന്നത്. ഈ ആൽവിയോളിലുള്ള കോശങ്ങളാണ് പാൽ ഉൽപ്പാദിപ്പിക്കുന്നത്. ആൽവിയോളുകളുടെ ഉള്ളറകളിൽ ഇത് സംഭരിക്കപ്പെടുന്നു. പാൽ എവിടെയാണ് സംഭരിക്കപ്പെടുന്നത്? ഈ ആൽവിയോളുകളുടെ ഉള്ളറകളിലാണ് സംഭരിക്കപ്പെടുന്നത്. ആൽവിയോളുകൾ ക്ഷീരനാളിയിലേക്ക് തുറക്കുന്നു. എങ്ങോട്ടാണ് തുറക്കുന്നത്? മാമറി ട്യൂബ്യൂൾസ് അഥവാ ക്ഷീരനാളിയിലേക്ക് തുറക്കുന്നു. ഓരോ സ്തന ഇതളുകളിൽ നിന്നുമുള്ള നാളികൾ ചേർന്ന് ക്ഷീരവാഹികൾ അഥവാ മാമറി ഡക്റ്റ് ഉണ്ടാകുന്നു. നിരവധി ക്ഷീരവാഹികൾ യോജിച്ച് വിസ്തൃതമായ ക്ഷീരവാഹി ജാലിക മാമറി ആംപ്യുള്ള ഉണ്ടാകുന്നു. മാമറി ഡക്റ്റുകൾ ചേർന്നിട്ട് മാമറി ആംപ്യുള്ളയായി മാറുന്നു. ഇത് ക്ഷീരസ്രാവി നാളി അഥവാ ലാക്റ്റിഫെറസ് ഡക്റ്റിലേക്ക് തുറക്കുന്നു. അപ്പോൾ ലാക്റ്റിഫെറസ് ഡക്റ്റിലേക്ക് എന്താണ് തുറക്കുന്നത്? മാമറി ആംപ്യുള്ള അഥവാ ക്ഷീരവാഹി ജാലികയാണ് ക്ഷീരസ്രാവി നാളി അഥവാ ലാക്റ്റിഫെറസ് ഡക്റ്റിലേക്ക് തുറക്കുന്നത്. അങ്ങനെ അതുവഴി പാല് പുറത്തേക്ക് വരികയും ചെയ്യുന്നു. ഇവിടെ സ്തനങ്ങളുടെ നെടുകയുള്ള ഛേദം കാണിക്കുന്ന രേഖാചിത്രമാണ് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞു സ്തനങ്ങളിൽ എന്തുണ്ട്? കൊഴുപ്പുണ്ടെന്ന് പറഞ്ഞു. ആ കൊഴുപ്പാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. പിന്നെ സ്തനങ്ങളുടെ വിവിധ പാളികളുണ്ട്. അങ്ങനെ സ്തന പാളികൾ കാണിച്ചിരിക്കുന്നു. സ്തന ആൽവിയോളുകളാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഈ കോശ സമൂഹങ്ങളാണ് സ്തന ആൽവിയോളുകൾ. ഇത് ക്ഷീരവാഹിയാണ്. ക്ഷീരവാഹി ജാലിക, ക്ഷീരവാഹി ചേർന്ന് ക്ഷീരവാഹി ജാലികയാവും. ക്ഷീരവാഹി ജാലികകൾ ചേർന്ന് ക്ഷീരസ്രാവി നാളിയാവും. അങ്ങനെ അത് മൂലക്കണ്ണുകൾ വഴി പുറത്തേക്ക് തുറക്കുന്നു. അതുപോലെ സ്തനങ്ങളിലെ പേശികളുണ്ട്. പെക്ടോറാലിസ് മേജർ പേശി, പെക്ടോറാലിസ് മേജർ പേശിയുണ്ട്. ബീജോൽപാദനത്തെക്കുറിച്ചാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. പുരുഷന്മാരിലെ പ്രാഥമിക ലൈംഗിക അവയവങ്ങൾ ഏതാണെന്നാണ് പറഞ്ഞത്? വൃഷണങ്ങളാണ് എന്ന് പറഞ്ഞു. അതുപോലെ സ്ത്രീകളിലെ അണ്ഡാശയമാണ് പ്രൈമറി ലൈംഗിക അവയവം എന്ന് പറഞ്ഞു. ഈ വൃഷണങ്ങൾ പുരുഷന്മാരിൽ പുംബീജം അഥവാ സ്പേം ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. അതുപോലെ അണ്ഡാശയങ്ങളിൽ അണ്ഡം അഥവാ ഓവവും ഉൽപ്പാദിപ്പിക്കപ്പെടുന്നുണ്ട്. ഇവ ഉണ്ടാകുന്ന പ്രക്രിയയാണ് പൊതുവെ ബീജോൽപാദനം അഥവാ ഗെമിറ്റോജെനിസിസ് എന്ന് പറയുന്നത്. അതായത് പുംബീജവും അഥവാ സ്പേമും അണ്ഡം അഥവാ ഓവവും ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ആ ഒരു പ്രക്രിയ, ഉണ്ടാകുന്ന ആ ഒരു പ്രക്രിയ, അതിനെയാണ് പൊതുവെ നമ്മൾ ബീജോൽപാദനം അഥവാ ഗാമിറ്റോജെനിസിസ് എന്ന് പറയുന്നത്. പുംബീജങ്ങൾ ഉണ്ടാകുന്ന പ്രക്രിയയെ പുംബീജോൽപാദനം അഥവാ സ്പെർമാറ്റോജെനിസിസ് എന്ന് പറയും. പുംബീജം ഉണ്ടാകുന്ന പ്രക്രിയയാണെങ്കിൽ അതിനെ സ്പെർമാറ്റോജെനിസിസ് അഥവാ പുംബീജോൽപാദനം എന്നാണ് പറയുന്നത്. അണ്ഡമുണ്ടാകുന്ന പ്രക്രിയയെ അണ്ഡോൽപാദനം അഥവാ ഊജെനിസിസ് എന്നാണ് പറയുന്നത്. ഇനി വൃഷണങ്ങളിലെ പാകമാവാത്ത ആൺബീജകോശങ്ങളാണ് പുംബീജ ജനക കോശങ്ങൾ അഥവാ സ്പെർമാറ്റോഗോണിയൽ സെൽസ്, സ്പെർമാറ്റോഗോണിയ. ഈ ചിത്രത്തിൽ കാണാൻ പറ്റും പാകമാവാത്ത കോശങ്ങൾ. ഇവിടെ ഇങ്ങനെ താഴെ കൊടുത്തിട്ടുണ്ട്. ഇതിനെയാണ് എന്ത് പറയുന്നത്? പുംബീജ ജനക കോശങ്ങൾ, പുംബീജ ജനക കോശങ്ങൾ അഥവാ സ്പെർമാറ്റോഗോണിയ എന്ന് പറയുന്നത്. പ്രായപൂർത്തിയാവുമ്പോൾ പുരുഷന്മാരിൽ പുംബീജ ജനക കോശത്തിൽ നിന്നും പുംബീജ ഉൽപാദനം ആരംഭിക്കും. ബീജോൽപാദന നളികകളുടെ ഉൾഭിത്തിയിലാണ് പുംബീജ ജനക കോശങ്ങൾ കാണപ്പെടുന്നത്.
ഇത് പാകമാകാത്ത ആൺബീജകോശങ്ങളാണ്. പ്രായപൂർത്തിയാവുമ്പോൾ പുരുഷന്മാരിൽ പുംബീജ ജനകകോശത്തിൽ നിന്നും പുംബീജ ഉൽപാദനം ആരംഭിക്കുന്നു. പുംബീജ ജനകകോശങ്ങളിലെ മൈറ്റോസിസ് നടക്കും. മൈറ്റോസിസ് അഥവാ ക്രമഭംഗം നടക്കും. ഇങ്ങനെ ക്രമഭംഗം നടക്കുന്നത് വഴി എണ്ണത്തിൽ വർദ്ധിക്കും. ഓരോ പുംബീജ ജനകകോശവും 46 ക്രോമസോമുകളുള്ള ദ്വിപ്ലോയിഡുകളാണ്. ചില പുംബീജ ജനകകോശങ്ങളെ പ്രാഥമിക ബീജകോശം പ്രൈമറി സ്പെർമാറ്റോസൈറ്റ് എന്നാണ് വിളിക്കുന്നത്. ഇതിൽ ഊനഭംഗം അഥവാ മിയോസിസ് നിശ്ചിത ക്രമത്തിൽ നടന്നുകൊണ്ടിരിക്കും. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പ്രാഥമിക ബീജകോശം അഥവാ പ്രൈമറി സ്പെർമാറ്റോസൈറ്റ് എന്ന് പറയുന്നത്. പ്രാഥമിക ബീജകോശം ഊനഭംഗത്തിന്റെ ആദ്യ വിഭജനം നടത്തുന്നതിന്റെ ഫലമായി, അതായത് ആദ്യത്തെ മിയോസിസ് നടക്കുന്നതിന്റെ ഫലമായി 2 തുല്യ ഏകപ്ലോയിഡുകളായ ദ്വിതീയ ബീജകോശങ്ങൾ സെക്കൻഡറി സ്പെർമാറ്റോസൈറ്റ്സ് ഉണ്ടാകുന്നു. അപ്പോൾ പ്രൈമറി സ്പെർമാറ്റോസൈറ്റ് അഥവാ പ്രാഥമിക ബീജകോശത്തിൽ മിയോസിസ് നടന്നിട്ടാണ് എന്തുണ്ടാകുന്നത്? സെക്കൻഡറി സ്പെർമാറ്റോസൈറ്റ് അഥവാ ദ്വിതീയ ബീജകോശങ്ങൾ ഉണ്ടാകുന്നത്. ഇനി ഇവയ്ക്ക് 23 ക്രോമസോമുകൾ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. ഏതിന്? ദ്വിതീയ ബീജകോശങ്ങൾ അഥവാ സെക്കൻഡറി സ്പെർമാറ്റോസൈറ്റിന്. ദ്വിതീയ ബീജകോശത്തിൽ ഊനഭംഗത്തിന്റെ രണ്ടാമത്തെ വിഭജനം നടക്കുന്നതിന്റെ ഫലമായി 4 തുല്യ ഏകപ്ലോയിഡ് കോശങ്ങൾ ഉണ്ടാകുന്നു. ഇതിനെയാണ് നമ്മൾ സ്പെർമാറ്റിഡ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ പ്രൈമറി സ്പെർമാറ്റോസൈറ്റിൽ നിന്ന് എന്തുണ്ടായി? സെക്കൻഡറി സ്പെർമാറ്റോസൈറ്റ് ഉണ്ടായി. സെക്കൻഡറി സ്പെർമാറ്റോസൈറ്റിൽ നിന്ന് എന്തുണ്ടായി? സ്പെർമാറ്റിഡ് ഉണ്ടായി. പുംബീജോൽപത്തി അഥവാ സ്പെർമിയോജെനിസിസ് എന്ന പ്രക്രിയ വഴിയാണ് സ്പെർമാറ്റിഡുകൾ സ്പെർമാറ്റോസോവ അഥവാ സ്പേംസ് അഥവാ പുംബീജങ്ങളായി രൂപപ്പെടുന്നത്. പുംബീജോൽപത്തിക്ക് ശേഷം പുംബീജങ്ങളുടെ തലഭാഗം സെർട്ടോളി കോശങ്ങളിൽ ആഴ്ത്തി വെച്ചിരിക്കും. ഈ ചിത്രത്തിൽ നോക്കിയാൽ കാണാൻ പറ്റും, ഇവിടെ പുംബീജങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഈ പുംബീജങ്ങളുടെ തലഭാഗം, അതായത് ഈ ഭാഗം തലഭാഗം സെർട്ടോളി കോശങ്ങൾ, ഇതാണ് സെർട്ടോളി കോശങ്ങൾ. ഈ ഇടയിൽ കാണിച്ചിരിക്കുന്ന മഞ്ഞ കളറിലുള്ള സെർട്ടോളി കോശങ്ങളിലേക്ക് പുംബീജങ്ങളുടെ തലഭാഗം ഇങ്ങനെ ആഴ്ത്തി വെച്ചിരിക്കും. ഇവിടെ ഈ പുംബീജ ജനകകോശങ്ങളിൽ നിന്നും പ്രാഥമിക ബീജകം ഉണ്ടാകുന്നു. പ്രാഥമിക ബീജകത്തിൽ നിന്ന് ദ്വിതീയ ബീജകം ഉണ്ടാകുന്നു. ദ്വിതീയ ബീജകത്തിൽ നിന്ന് സ്പെർമാറ്റിഡ് ഉണ്ടാകുന്നു. എന്നിട്ട് സ്പെർമിയോജെനിസിസ് വഴി സ്പെർമാറ്റിഡുകൾ പുംബീജങ്ങളായി മാറുന്നു. ഈ സ്പേംസ് എന്ത് ചെയ്യുന്നു? സെർട്ടോളി കോശങ്ങളിൽ അവയുടെ തലഭാഗം ആഴ്ത്തി വെച്ചിരിക്കും. ഈ സ്പേംസിൽ സ്പെർമിയേഷൻ എന്ന പ്രക്രിയ നടക്കുന്നു. സ്പെർമിയേഷൻ എന്ന് പറയുന്ന പ്രക്രിയ നടന്നിട്ടാണ് അത് പൂർണ്ണ വളർച്ച പ്രാപിക്കുകയും ബീജോൽപാദന നളികകളിൽ നിന്ന് സ്വതന്ത്രമാവുകയും ചെയ്യുന്നത്. അപ്പോൾ സെർട്ടോളി കോശങ്ങളിൽ തല ഇങ്ങനെ പൂഴ്ത്തി വെച്ചിരിക്കുന്ന പുംബീജങ്ങൾ അഥവാ സ്പെർമാറ്റോസോവ അഥവാ സ്പേംസിന് എന്ത് സംഭവിക്കുന്നു? സ്പെർമിയേഷൻ നടക്കുന്നു. സ്പെർമിയേഷൻ എന്നിട്ട് അത് പൂർണ്ണ വളർച്ച പ്രാപിക്കുകയും ബീജോൽപാദന നളികകളിൽ നിന്ന് സ്വതന്ത്രമാക്കപ്പെടുകയും ചെയ്യുന്നു. പ്രായപൂർത്തിയാകുമ്പോഴാണ് പുംബീജ ഉൽപാദനം ആരംഭിക്കുന്നത്. ആ കാലയളവിൽ ഗൊണാഡോട്രോപ്പിൻ ശ്രവണ ഹോർമോൺ GnRH, ഗൊണാഡോട്രോപ്പിൻ റിലീസിംഗ് ഹോർമോൺ, ഗൊണാഡോട്രോപ്പിൻ ശ്രവണ ഹോർമോൺ GnRH വളരെ കൂടുതലായിരിക്കും പ്രായപൂർത്തിയാകുമ്പോൾ. അപ്പോൾ എന്ത് സംഭവിക്കും? ഹോർമോണിൻ്റെ അളവ് ഇങ്ങനെ കൂടുന്നതിനനുസരിച്ച് പീയൂഷഗ്രന്ഥിയുടെ മുൻഭാഗം പ്രചോദിപ്പിക്കപ്പെടുകയും 2 ഗൊണാഡോട്രോപ്പിനുകളായ ല്യൂട്ടിനൈസിംഗ് ഹോർമോൺ LH, ഫോളിക്കിൾ ഉത്തേജന ഹോർമോൺ ഫോളിക്കിൾ സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ FSH എന്നിവ സ്രവിക്കപ്പെടുകയും ചെയ്യുന്നു. ഈ LH ലേഡിക് സെൽസിനെ പ്രചോദിപ്പിക്കും. LH എന്തിനെയാണ് ഉത്തേജിപ്പിക്കുന്നത്? ലേഡിക് കോശങ്ങളെ ഉത്തേജിപ്പിക്കുന്നു. അങ്ങനെ പുരുഷ ഹോർമോണുകൾ അഥവാ ആൻഡ്രോജൻസ് സ്രവിക്കപ്പെടുന്നു. നേരത്തെ നമ്മൾ ലേഡിക് സെൽസിനെ പറ്റി പറഞ്ഞില്ലേ, അപ്പോൾ ആ ലേഡിക് സെൽസിനെയാണ് ഈ LH ഉത്തേജിപ്പിക്കുന്നത്. ഈ പുരുഷജന്യ ഹോർമോണുകളാണ് പുംബീജ ഉൽപാദനത്തെ പ്രചോദിപ്പിക്കുന്നത്. ഫോളിക്കിൾ ഉത്തേജന ഹോർമോണുകൾ സെർട്ടോളി കോശങ്ങളെ പ്രചോദിപ്പിക്കുകയും FSH എന്ത് ചെയ്യുന്നു? സെർട്ടോളി കോശങ്ങളെ സ്റ്റിമുലേറ്റ് ചെയ്യുന്നു. LH ലേഡിക് സെൽസിനെ, FSH സെർട്ടോളി കോശങ്ങളെ ഉത്തേജിപ്പിക്കുന്നു. അങ്ങനെ പുംബീജ ഉൽപ്പത്തിക്ക് സഹായകമായ ചില ഘടകങ്ങളെ സ്രവിക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഇതൊക്കെയാണ് പുംബീജ ഉൽപാദനത്തിന് ആവശ്യമായിട്ടുള്ള ഹോർമോണുകൾ എന്ന് പറയുന്നത്. GnRH, LH, FSH. ഈ ഒരു ചിത്രത്തിൽ പുംബീജത്തിൻ്റെ ഘടനയാണ് കൊടുത്തിട്ടുള്ളത്. ഒരു പുംബീജത്തിൻ്റെ സൂക്ഷ്മ ഘടന പരിശോധിച്ചാൽ അതിന് തല അഥവാ ഹെഡ് ഉണ്ടാവും, കഴുത്ത് അഥവാ നെക്ക് ഉണ്ടാവും, മധ്യഖണ്ഡം അഥവാ മിഡിൽ പീസ് ഉണ്ടാവും, വാൽ എന്നിവ ഉണ്ടായിരിക്കും. പുംബീജത്തിൻ്റെ സൂക്ഷ്മഘടന നോക്കിയാൽ അതിന്
തല ഉണ്ടായിരിക്കും, തലഭാഗം, ഇത്രയും ഭാഗമാണ് തല എന്ന് പറയുന്നത്. നെക്ക് ഉണ്ടായിരിക്കും, കഴുത്ത്, ഈ ഒരു ഭാഗമാണ് നെക്ക് എന്ന് പറയുന്നത്. പിന്നെ മധ്യഖണ്ഡം അഥവാ മിഡിൽ പീസ്, ഇത്രയും ഭാഗമാണ് മിഡിൽ പീസ് എന്ന് പറയുന്നത്. അതുപോലെ താഴോട്ടേക്ക്, ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് വരുന്ന ഈ ഭാഗമാണ് വാൽ. പുംബീജത്തെ പൂർണ്ണമായും ആവരണം ചെയ്തുകൊണ്ട് ഒരു കോശസ്തരം കാണപ്പെടുന്നുണ്ട്. പുംബീജത്തിൻ്റെ തലഭാഗത്ത് ഒരു നീളം കൂടിയ ഏകപ്ലോയിഡ് മർമ്മവും, എന്തൊക്കെയാണ് ഹെഡിൽ കാണപ്പെടുന്നതെന്നാണ് പറയുന്നത്, ഇമ്പോർട്ടൻ്റ് ആണ്. തലയിൽ ഒരു ഏകപ്ലോയിഡ് ആയിട്ടുള്ള മർമ്മം അഥവാ ന്യൂക്ലിയസ് ഉണ്ട്. അതിൻ്റെ മുകൾ ഭാഗത്തായി തൊപ്പി പോലെ കാണപ്പെടുന്ന ബീജാഗ്രം അഥവാ എക്രോസോം ഇമ്പോർട്ടൻ്റ് ആണ്. ബീജാഗ്രം അഥവാ എക്രോസോം ഉണ്ടായിരിക്കും. ഇപ്പോൾ ഇവിടെ തലഭാഗം കൊടുത്തിട്ടുണ്ട്. ഈ തലഭാഗത്ത് വലിയ ഒരു മർമ്മം കണ്ടില്ലേ, ഇതാണ് മർമ്മം എന്ന് പറയുന്നത്. വലിയൊരു മർമ്മമുണ്ട്, അതിൽ ക്രോമസോം പദാർത്ഥം അടങ്ങിയ മർമ്മം. ഇനി ബീജാഗ്രമുണ്ട് അഥവാ എക്രോസോം, ഇതാണ് എക്രോസോം എന്ന് പറയുന്ന പാർട്ട്. ഈ ബീജാഗ്രത്തിൽ എന്താണ് ഉണ്ടായിരിക്കുക എന്നറിയോ? ബീജാഗ്രം അഥവാ എക്രോസോമിൽ ബീജ സംയോഗത്തിന് സഹായകരമായ രാസാഗ്നികൾ അഥവാ എൻസൈംസ് നിറഞ്ഞിരിക്കും. ഇനി ഈ മധ്യഖണ്ഡം ഉണ്ടല്ലോ, ഈ മധ്യഖണ്ഡത്തിൽ ധാരാളം മൈറ്റോകോൺട്രിയകൾ ഉൾക്കൊള്ളുന്നു. മൈറ്റോകോൺട്രിയ എന്തിനാ? എനർജി പ്രൊഡക്ഷന് വേണ്ടിയിട്ടുള്ളതല്ലേ മൈറ്റോകോൺട്രിയ എന്ന് പറയുന്നത്. അപ്പോൾ ഈ മധ്യഖണ്ഡത്തിൽ ഇവിടെ ധാരാളം മൈറ്റോകോൺട്രിയകൾ, ചലനത്തിനുള്ള ഊർജ്ജ സ്രോതസ്. ഈ പുംബീജത്തിന് ചലിക്കാനുള്ള കഴിവുണ്ട്. ഇത് ചലിച്ചാണ് എഗ്ഗിന്റെ അടുത്തേക്ക് എത്തുന്നത് അല്ലേ. അപ്പോൾ ചലനത്തിന് എന്ത് വേണം? എനർജി വേണം. അത് എവിടെ നിന്നാണ് കിട്ടുന്നത്? ഈ മിഡിൽ പീസിലുള്ള ഈ മൈറ്റോകോൺട്രിയയിൽ നിന്നുമാണ് എനർജി കിട്ടുന്നത്. ഇനി വാല് കാണപ്പെടുന്നുണ്ട്. ഈ വാൽഭാഗം എന്തിനാണ്? അത് ചലിക്കാനുള്ള ആ ഭാഗം, ആ വാലിൻ്റെ ചലനത്തിനുള്ള ഊർജ്ജമാണ് നേരത്തെ പറഞ്ഞ മൈറ്റോകോൺട്രിയയിൽ നിന്ന് കിട്ടുന്നത്. വാലിൻ്റെ ചലനം ബീജ സംയോഗത്തിന് വേണ്ടിയുള്ള പുംബീജത്തിൻ്റെ സഞ്ചാരത്തിന് അത്യന്താപേക്ഷിതമാണ്. ഒരു സ്ഖലനത്തിൽ മാത്രം ഏകദേശം 200 മുതൽ 300 വരെ ദശലക്ഷം പുംബീജങ്ങൾ ഉണ്ടായിരിക്കും. ഏറ്റവും കുറഞ്ഞത് 60% പുംബീജങ്ങൾക്കും സാധാരണ ആകൃതിയും വലിപ്പവും ഉണ്ടായിരിക്കുകയും ഇവയിൽ 40% ഊർജ്ജസ്വലമായി സഞ്ചരിക്കാൻ കഴിയുകയും ചെയ്താൽ അയാൾക്ക് സാധാരണ നിലയിലുള്ള പ്രത്യുൽപാദന ശേഷി ഉള്ളതായി കണക്കാക്കാം. അനുബന്ധ നാളികൾ എന്താ ചെയ്യുന്നത്? ബീജോൽപാദന നളികകളിൽ നിന്ന് പുംബീജങ്ങൾ പുറത്തേക്ക് വരുന്നില്ലേ, അതിനെ വഹിച്ചുകൊണ്ടുപോകാൻ ആരെങ്കിലും വേണ്ടേ? ആ പണിയാണ് ആര് ചെയ്യുന്നത്? അനുബന്ധ നാളികൾ ചെയ്യുന്നത്. എപ്പിഡിഡ്മിസ്, ബീജവാഹികൾ, ശുക്ലാശയം, പ്രോസ്ട്രേറ്റ് ഗ്രന്ഥി എന്നിവയുടെ സ്രവങ്ങൾ പുംബീജങ്ങളുടെ പൂർണ്ണ വളർച്ചയ്ക്കും കൃത്യമായ ചലനത്തിനും അത്യന്താപേക്ഷിതമാണ്. പുംബീജങ്ങളോട് കൂടിയ ഈ ദ്രാവകമാണ് ശുക്ലം അഥവാ സെമൻ എന്ന് അറിയപ്പെടുന്നത്. പുരുഷ ലൈംഗിക അനുബന്ധ നാളികളുടെയും ഗ്രന്ഥികളുടെയും ധർമ്മങ്ങൾ നിലനിർത്തുന്നതിന് ആൻഡ്രോജൻ എന്ന പുരുഷ ഹോർമോണുകൾ ആവശ്യമാണ്. ഇനി നമുക്ക് നോക്കാനുള്ളത് അണ്ഡ ഉൽപാദനത്തെക്കുറിച്ചാണ്. അണ്ഡാശയത്തിന് ഉള്ളിലാണ് അണ്ഡം രൂപപ്പെടുന്നത്. സ്ത്രീ പ്രത്യുൽപാദന വ്യവസ്ഥയുടെ ഈ ഛേദത്തിൽ നോക്കിയാൽ നേരത്തെ നമ്മൾ കണ്ട ചിത്രം തന്നെയാണിത്. ഇതിൽ 2 അണ്ഡാശയം ഇവിടെയുമായിട്ട് കാണുന്നില്ലേ? ഇങ്ങനെ ഈ അണ്ഡാശയത്തിനുള്ളിലാണ് അണ്ഡം രൂപപ്പെടുന്നത്. അണ്ഡം രൂപപ്പെടുന്ന പ്രക്രിയയാണ് അണ്ഡോൽപാദനം അഥവാ ഊജനസിസ് എന്ന് പറയുന്നത്. അണ്ഡോൽപാദനം പുംബീജോൽപാദനത്തിൽ നിന്ന് വളരെയധികം വ്യത്യാസപ്പെട്ടിരിക്കുന്നുണ്ട്. അതായത് പെൺഭ്രൂണ വളർച്ച നടക്കുന്ന ഘട്ടത്തിൽ തന്നെ, അതായത് എംബ്രിയോയുടെ ആ ഒരു ഗ്രോത്ത് നടക്കുന്ന ആ സമയത്ത് തന്നെ അണ്ഡോൽപാദനം ആരംഭിക്കുന്നു. ഒരു ഭ്രൂണത്തിൻ്റെ അണ്ഡാശയത്തിൽ ഏകദേശം 2 ദശലക്ഷം അണ്ഡമാതൃകോശങ്ങൾ അഥവാ അണ്ഡകോശങ്ങൾ ഉണ്ടായിരിക്കും. അണ്ഡമാതൃകോശങ്ങൾക്ക് പറയുന്ന വേറെ പേരെന്താണ്? അണ്ഡകോശം അഥവാ ഊഗോണിയ എന്നാണ് പറയുന്നത്. ഊഗോണിയ അല്ലെങ്കിൽ അണ്ഡമാതൃകോശത്തിൽ ഊനഭംഗം നടക്കും. ഊനഭംഗം ആരംഭിക്കുകയും 1ാം കോശവിഭജന ഘട്ടത്തിൽ, അതായത് പ്രോഫേസ് 1 അത് താൽക്കാലികമായി നിർത്തിവെക്കപ്പെടുകയും ചെയ്യുന്നു. ഈ ഘട്ടത്തിൽ ഇതിനെ നമ്മൾ പ്രാഥമിക അണ്ഡകം അഥവാ പ്രൈമറി ഊസൈറ്റ് എന്നാണ് വിളിക്കുന്നത്. ഓരോ പ്രാഥമിക അണ്ഡകത്തിനെയും ചുറ്റി കണികാകോശങ്ങൾ അല്ലെങ്കിൽ ഗ്രാനുലോസേ സെൽസ് കൊണ്ടുള്ള ഒരു പാളി ഉണ്ടാകുന്നു. ഗ്രാനുലോസ സെൽസ് അല്ലെങ്കിൽ കണികാകോശങ്ങൾ എന്നും അറിയപ്പെടുന്നു. അതിൻ്റെ ഒരു പാളി ഉണ്ടാകുന്ന ഘട്ടത്തിൽ അതിനെ പ്രാഥമിക പുടകം അല്ലെങ്കിൽ പ്രൈമറി ഫോളിക്കിൾ എന്നാണ് പറയുന്നത്. അണ്ഡാശയത്തിലാണ് ഈ ചേഞ്ചസ് ഒക്കെ നടക്കുന്നത്. ഇത് അണ്ഡാശയത്തിൻ്റെ ഒരു ഛേദത്തിൻ്റെ രേഖാചിത്രമാണ്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഈ അണ്ഡാശയത്തിനുള്ളിൽ പ്രാഥമിക പുടകം കണ്ടില്ലേ? പ്രാഥമിക പുടകം ഇവിടെ ഉണ്ടായിട്ടുണ്ട്.
ജനനം മുതൽ പ്രായപൂർത്തിയാകുന്നത് വരെയുള്ള കാലഘട്ടത്തിനിടയ്ക്ക് മേൽപ്പറഞ്ഞ പ്രാഥമിക പുടകങ്ങളിൽ, അതായത് പ്രൈമറി ഫോളിക്കിളിൽ ഏറെയും ഡീജനറേറ്റ് ചെയ്തു പോകും, അതായത് അവശോഷണത്തിന് വിധേയമാകും. അതുകൊണ്ട് തന്നെ പ്രായപൂർത്തിയാകുമ്പോൾ 60,000 മുതൽ 80,000 വരെ പ്രാഥമിക പുടകങ്ങൾ മാത്രമേ ഓരോ അണ്ഡകോശത്തിലും അവശേഷിക്കാറുള്ളൂ. പ്രാഥമിക പുടകങ്ങളെ ചുറ്റി കൂടുതൽ കണികാകോശങ്ങൾ, കൂടുതൽ ഗ്രാനുലോസ സെൽസുകൾ ഉണ്ടാവുന്നു. അങ്ങനെ ആ ഘട്ടത്തിൽ ഇതിനെ ദ്വിതീയ പുടകം അല്ലെങ്കിൽ സെക്കൻഡറി ഫോളിക്കിൾ എന്ന് വിളിക്കുന്നു. ഈ ചിത്രത്തിൽ പ്രാഥമിക പുടകം ഉണ്ടായിട്ടുണ്ട്. പ്രാഥമിക പുടകത്തിൽ നിന്ന് സെക്കൻഡറി ഫോളിക്കിൾ ഉണ്ടായി. പിന്നെ കുറച്ചും കൂടെ അത് വീണ്ടും ഗ്രാനുലോസ സെൽസ് കൊണ്ട് വീണ്ടും ചുറ്റി അങ്ങനെ എന്താവുന്നു, ടെറിഷ്യറി ഫോളിക്കിളായി മാറുന്നു. അപ്പോൾ ഇവിടെ ഈ തൃതീയ പുടകങ്ങൾ അല്ലെങ്കിൽ ടെറിഷ്യറി ഫോളിക്കിളിൻ്റെ ഉള്ളിൽ എന്ത് സംഭവിക്കും? ഒരു ദ്രാവകം നിറഞ്ഞ അറയായ ആന്ത്രം രൂപപ്പെടുന്നു. ദ്രാവകം നിറഞ്ഞ ഒരു അറയുണ്ടാവും, അതിനെയാണ് ആന്ത്രം എന്ന് പറയുന്നത്. തൃതീയ പുടകം അല്ലെങ്കിൽ ടെറിഷ്യറി ഫോളിക്കിളിൻ്റെ ആവരണത്തിന് 2 പാളികളായിട്ട് നമുക്ക് തരംതിരിക്കുന്നുണ്ട്. ആന്തരിക പാളിയെയാണ് തീക്ക ഇന്റേണ എന്ന് പറയുന്നത്, ബാഹ്യ പാളിയെയാണ് തീക്ക എക്സ്റ്റേണ എന്ന് പറയുന്നത്. തൃതീയ പുടകങ്ങളായി മാറിയ ഈ ഘട്ടത്തിലാണ് കോശവിഭജനത്തിൽ താൽക്കാലികമായി നിർത്തിവെച്ചിരുന്ന ഊനഭംഗത്തിൻ്റെ 1ാം ഘട്ടം പുനരാരംഭിക്കുന്നത്. ഈ വിഭജനം അസമമായ പുത്രികാകോശങ്ങളെ ഉൽപ്പാദിപ്പിക്കുന്നു. ഇതിൽ വലുത് ഏകപ്പോയിഡ് ദ്വിതീയ അണ്ഡകം സെക്കൻഡറി oocyteഉം ചെറുത് പ്രാഥമിക ധ്രുവപിണ്ഡവുമായി മാറുന്നു, അതായത് പ്രൈമറി പോളാർ ബോഡിയായി മാറുന്നു. അതായത് ഇവിടെ നോക്കിക്കഴിയുമ്പോൾ അത് ക്ലിയർ ആവും. അണ്ഡകോശങ്ങളിൽ നിന്ന് ആദ്യം ഉണ്ടായത് പ്രൈമറി അണ്ഡകം. പ്രൈമറി അണ്ഡകത്തിന് ആദ്യത്തെ ഊനഭംഗ വിഭജനം നടക്കുന്നു. അത് പ്രോഫേസ് 1 വെച്ച് താൽക്കാലികമായി നിർത്തിവെക്കപ്പെടുന്നു. എന്നിട്ട് അതിനെ ചുറ്റിയിട്ട് എന്തുണ്ടാകുന്നു, ഗ്രാനുലോസ സെൽസ് അല്ലെങ്കിൽ കണികാകോശങ്ങളുടെ പാളി ഉണ്ടാകുന്ന ഘട്ടത്തിൽ അതിനെ നമ്മൾ പ്രൈമറി ഫോളിക്കിൾ അല്ലെങ്കിൽ പ്രാഥമിക പുടകം എന്ന് പറയുന്നു. എന്നിട്ട് വീണ്ടും അതിന് കുറച്ചും കൂടെ കഴിയുമ്പോൾ വീണ്ടും ഗ്രാനുലോസ സെൽസ് അല്ലെങ്കിൽ കണികാകോശങ്ങൾ അതിനെ ചുറ്റി ദ്വിതീയ പുടകങ്ങൾ അഥവാ സെക്കൻഡറി ഫോളിക്കിൾ ഉണ്ടാകുന്നു. ദ്വിതീയ പുടകങ്ങളെ ചുറ്റി വീണ്ടും കണികാകോശങ്ങളും ആവരണവും രൂപപ്പെട്ട് തൃതീയ പുടകങ്ങളായി മാറുന്നു. ഇങ്ങനെ തൃതീയ പുടകങ്ങളൊക്കെ ആയിക്കഴിഞ്ഞ് പ്രായപൂർത്തി എത്തി കഴിയുമ്പോൾ എന്താണ്, വീണ്ടും ഡിവിഷൻ നടക്കുകയാണ്. അങ്ങനെ ഡിവിഷൻ നടന്നിട്ട് എന്തുണ്ടാവുന്നു, പ്രാഥമിക ധ്രുവപിണ്ഡം ഇവിടെ ഉണ്ടായിട്ടുണ്ട്. അത് ചെറിയതാണ്. പിന്നെ ദ്വിതീയ അണ്ഡകവും ഉണ്ടായിട്ടുണ്ട്. പ്രൈമറി അണ്ഡകത്തിൽ നിന്ന് എന്താണ് ഉണ്ടായത്, ദ്വിതീയ അണ്ഡകമാണ് ഉണ്ടായത്. പ്രാഥമിക അണ്ഡകത്തിലെ പോഷകങ്ങൾ അടങ്ങിയ കോശദ്രവ്യത്തിൻ്റെ അല്ലെങ്കിൽ സൈറ്റോപ്ലാസത്തിൻ്റെ ഭൂരിഭാഗവും ദ്വിതീയ അണ്ഡകത്തിൽ നിലനിർത്തപ്പെടുന്നുണ്ട്. അപ്പോൾ എന്താണ്, പ്രാഥമിക അണ്ഡകത്തിലെ പോഷകങ്ങളല്ല എന്തിനു കിട്ടും, ഈ ദ്വിതീയ അണ്ഡകത്തിന് കിട്ടുമല്ലോ. ഊനഭംഗത്തിൻ്റെ ആദ്യ വിഭജനം മൂലം ഉണ്ടാകുന്ന പ്രാഥമിക ധ്രുവപിണ്ഡം ആ ചെറുത് അത് വീണ്ടും വിഭജനത്തിന് വിധേയമാകുമോ അതോ അവശോഷണം സംഭവിക്കുമോ എന്നുള്ള കാര്യത്തിൽ യാതൊരു വ്യക്തതയുമില്ല എന്നാണ് ടെക്സ്റ്റ് ബുക്കിൽ പറയുന്നത്. തൃതീയ പുടകങ്ങൾക്ക് വീണ്ടും മാറ്റമുണ്ടാവും. അതായത് ടെറിഷ്യറി ഫോളിക്കിൾ ഉണ്ടായല്ലോ, ആ ടെറിഷ്യറി ഫോളിക്കിളിന് വീണ്ടും മാറ്റം ഉണ്ടാവുകയും പൂർണ്ണ വളർച്ചയെത്തിയ പുടകങ്ങളായ ഗ്രാഫിയൻ ഫോളിക്കിളായി മാറുകയും ചെയ്യുന്നു. അതായത് ഇതാണ് പ്രാഥമിക പുടകം, അതായത് പ്രൈമറി ഫോളിക്കിൾ. ഇതിൽ നിന്ന് എന്തുണ്ടായി, സെക്കൻഡറി ഫോളിക്കിൾ ഉണ്ടായി. പിന്നെ അതിനുള്ളിൽ ആൻഡ്രൻ രൂപപ്പെട്ട് എന്തായി മാറുന്നു, തൃതീയ പുടകം അല്ലെങ്കിൽ ടെറിഷ്യറി ഫോളിക്കിളായി മാറുന്നു. ഈ ടെറിഷ്യറി ഫോളിക്കിൾ പിന്നീട് ഇപ്പോൾ എന്തായി മാറി, ഗ്രാഫിയൻ ഫോളിക്കിളായി മാറി. ഗ്രാഫിയൻ പുടകം, മെച്വർ ഗ്രാഫിയൻ ഫോളിക്കിൾ അല്ലെങ്കിൽ ഗ്രാഫിയൻ പുടകമായി മാറുന്നു. ദ്വിതീയ അണ്ഡകത്തിന് സെക്കൻഡറി oocyteന് ചുറ്റും, ഇപ്പോൾ ദ്വിതീയ അണ്ഡകം എവിടെയാണുള്ളത്, ആ ഫോളിക്കിളിൻ്റെ ഉള്ളിലുണ്ടല്ലോ, ആ ദ്വിതീയ അണ്ഡകത്തിന് ചുറ്റും സോണ പെലുസിഡ എന്ന് പറയുന്ന ഒരു സ്തരം കൊണ്ട് ആവരണം ചെയ്യപ്പെടുന്നു. ദ്വിതീയ അണ്ഡകത്തിന് ചുറ്റും ഒരു പുതിയ സ്തരം രൂപപ്പെടുന്നുണ്ട്. ആ സ്തരത്തിനെ വിളിക്കുന്ന പേരാണ് സോണ പെലുസിഡ, അണ്ഡസ്തരം അഥവാ സോണ പെലുസിഡ. ഇങ്ങനെ ഉണ്ടായിട്ടുള്ള ഈ ഗ്രാഫിയൻ പുടകം എന്ത് ചെയ്യും, അത് തകരുന്നു. ഗ്രാഫിയൻ പുടകം പൊട്ടുന്നു. അങ്ങനെ ഇങ്ങനെ സൈഡിലോട്ട് വന്ന് അത് പൊട്ടുന്നു. ആ പൊട്ടിയിട്ട് എന്ത് സംഭവിക്കുന്നു, അണ്ഡം റിലീസാവുന്നു, അണ്ഡോത്സർജനം നടക്കുന്നു. ഈ ഒരു ചിത്രത്തിൽ നോക്കിക്കഴിഞ്ഞാൽ പുംബീജ ഉൽപ്പാദനവും അണ്ഡോൽപാദനവും തമ്മിലുള്ള വ്യത്യാസങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. പ്രായപൂർത്തിയാവുമ്പോഴാണ് പുംബീജ ഉൽപ്പാദനം നടക്കുന്നത്. അണ്ഡത്തിൻ്റെ രൂപീകരണം സ്റ്റാർട്ട് ചെയ്യുന്നത് എപ്പോഴാണ്,
ഭ്രൂണ വളർച്ചാ ഘട്ടത്തിൽ തന്നെ ഭ്രൂണാവസ്ഥയിലായിരിക്കുമ്പോൾ തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അല്ലേ. പുംബീജോൽപാദനത്തിന് നോക്കുകയാണെങ്കിൽ ആദ്യം ഒരു പുംബീജ ജനക കോശം ഉണ്ടാകുന്നു. ആ പുംബീജ ജനക കോശത്തിൽ നിന്ന് എന്തുണ്ടാകുന്നു? പ്രാഥമിക ബീജകോശമാണ് ഉണ്ടാകുന്നത്. പ്രാഥമിക ബീജകോശത്തിൽ നിന്ന് ദ്വിതീയ ബീജകോശം ഉണ്ടാകുന്നു. 2 ദ്വിതീയ ബീജകോശങ്ങൾ ഉണ്ടാവും. ഈ ദ്വിതീയ ബീജകോശത്തിൽ നിന്ന് രണ്ടാമത്തെ ഊനഭംഗ വിഭജനം നടക്കും. പ്രാഥമിക ബീജകോശത്തിൽ നിന്ന് ആദ്യത്തെ ഊനഭംഗ വിഭജനം നടന്നിട്ട് ദ്വിതീയ ബീജകോശം ഉണ്ടായി. ദ്വിതീയ ബീജകോശത്തിൽ നിന്ന് രണ്ടാമത്തെ മിയോസിസ് നടന്നിട്ട് സ്പെർമാറ്റിഡ് ഉണ്ടായി. ഈ സ്പെർമാറ്റിഡിന് രൂപമാറ്റവും വികാസവും നടന്നിട്ടാണ്, സ്പെർമിയോജെനിസിസ് നടന്നിട്ടാണ് പുംബീജമായി മാറുന്നത്. ഇവിടെ ദ്വിതീയ ബീജകോശത്തിന് ക്രോമസോം നമ്പർ എന്ന് പറയുന്നത് 23 23 ആണ്. കാരണം പുംബീജ ജനകകോശം എന്ന് പറയുമ്പോൾ അതിന് 46 ആയിരുന്നു അതിൻ്റെ ക്രോമസോം നമ്പർ. 2n നമ്പറാണ് പുംബീജ ജനകകോശത്തിന്. എന്നാൽ പുംബീജ ജനകകോശത്തിൽ നിന്നുണ്ടായിട്ടുള്ള പ്രാഥമിക ബീജകോശത്തിന് മിയോസിസ് നടന്നിട്ട് അതിൻ്റെ ദ്വിതീയ ബീജകോശം ഉണ്ടാകുമ്പോൾ അതിൻ്റെ ക്രോമസോം നമ്പർ നേരെ പകുതിയായി കുറയുന്നു. 23 ദ്വിതീയ ബീജകോശത്തിൻ്റെ ക്രോമസോം നമ്പർ എന്ന് പറയുന്നത്. ഇനി ഇവിടെ അണ്ഡകോശങ്ങളിൽ നിന്നും പ്രാഥമിക അണ്ഡകം ഉണ്ടാകുന്നു. ക്രമഭംഗവും രൂപമാറ്റവും വികാസവും വഴി പ്രാഥമിക അണ്ഡകം ഉണ്ടാകുന്നു. പ്രാഥമിക അണ്ഡകം ഉണ്ടായിട്ട് അതിൽ നിന്ന് ദ്വിതീയ അണ്ഡകം ഉണ്ടാകുന്നു. ദ്വിതീയ അണ്ഡകത്തിൽ നിന്ന് എന്തുണ്ടാകുന്നു? അണ്ഡമായി മാറുന്നു. ഈ പ്രാഥമിക അണ്ഡത്തിൻ്റെ മിയോസിസ് എന്ന് പറയുന്നത് ഭ്രൂണാവസ്ഥയിൽ പ്രോഫേസ് 1 വെച്ച് താൽക്കാലികമായി നിർത്തിവെക്കപ്പെട്ട് ജനനത്തിന് ശേഷമാണ് ബാക്കി ഡിവിഷൻ നടക്കുന്നത്. അങ്ങനെ പ്രായപൂർത്തിയാകുന്നതോടുകൂടി ഒരു പ്രാഥമിക ധ്രുവപിണ്ഡം ചെറിയതും ഒരു ദ്വിതീയ അണ്ഡകവും ഉണ്ടാകുന്നു. പ്രാഥമിക അണ്ഡകത്തിൽ നിന്ന് ദ്വിതീയ അണ്ഡകം ഉണ്ടാകുന്നത് പ്രായപൂർത്തിയായതിന് ശേഷമാണ്. അതിനുശേഷം ഈ ദ്വിതീയ അണ്ഡകത്തിൽ വീണ്ടും ഡിവിഷൻ നടന്നിട്ടാണ് എന്തുണ്ടാകുന്നത്? അണ്ഡവും സെക്കൻഡറി പോളാർ ബോഡി അല്ലെങ്കിൽ ദ്വിതീയ ധ്രുവപിണ്ഡവും ഉണ്ടാകുന്നത്. ദ്വിതീയ ബീജകോശത്തിൻ്റെ ക്രോമസോം നമ്പർ നമ്മൾ പറഞ്ഞത് 23 ആയിരുന്നു. ദ്വിതീയ അണ്ഡകത്തിൻ്റെ ആയാലും അത് ഹാപ്ലോയിഡ് ആണ്, N നമ്പറാണ് ഉണ്ടാവുന്നത്. അണ്ഡത്തിൻ്റെയും എത്രയാണ്? N ആണ്, 2n അല്ല, N ആണ് അണ്ഡത്തിൻ്റെ പ്ലോയിഡിറ്റി എന്ന് പറയുന്നത്. അത് 23 ആണ്. പുംബീജത്തിൻ്റെയും ക്രോമസോം എത്രയാണ്? 23 ആയിരിക്കും. ഇത്രയുമൊക്കെയാണ് ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇനി ആർത്തവ ചക്രം അഥവാ മെൻസ്ട്രൽ സൈക്കിൾ മുതൽ അങ്ങോട്ടേക്കുള്ള കാര്യങ്ങളെല്ലാം തന്നെ നെക്സ്റ്റ് വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും. വളരെ പ്രധാനപ്പെട്ട പോർഷനാണ്. ഇത് നിങ്ങൾക്ക് നന്നായി മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഇനിയും ഇതുപോലുള്ള വീഡിയോസ് കിട്ടുന്നതിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്